ഖാലിഖ് റബ്ബുൽ ഇസ്സത്താണ്. നാവിന്റെ മുകളിൽ 9000 സെല്ലുകൾ റബ്ബ് തആല പടച്ചു. കണ്ണുകളിൽ ആയിരക്കണക്കിന് സെല്ലുകൾ, ലക്ഷക്കണക്കിന് സെല്ലുകൾ പടച്ചു. കാതിൽ ലക്ഷക്കണക്കിന് സെല്ലുകൾ പടച്ചു. അങ്ങനെ ഓരോ ഇടങ്ങളിലും ധാരാളം കോശങ്ങളെ അല്ലാഹു പടച്ചു. അതിൽ നശിക്കേണ്ടത് നശിക്കുകയും ജീവനുണ്ടാവുകയുള്ളത് ജീവനുണ്ടാകാതെ പോവുകയും ചെയ്താൽ പിന്നെ ക്യാൻസർ എന്നാണ് പറയൽ. അള്ളാഹുവിനെ ഭയക്കണം, അള്ളാഹുവിനെ സ്നേഹിക്കണം. നമ്മുടെ പടച്ച റബ്ബ് അള്ളാഹുവാൻ. കുടുംബം പറഞ്ഞുകൊണ്ട് വരുമ്പോ ആദം നബിയെ പടച്ചത് അള്ളാഹുവാൻ, മലക്കുകളെ പടച്ചവൻ അള്ളാഹുവാണ്. ഖാലിഖ് റബ്ബുൽ ഇസ്സത്താണ്. അള്ളാഹുവിന്റെ പടപ്പുകളാണ് ഇതെല്ലാം. ആകാശവും ഭൂമിയും അതിലുള്ളതെല്ലാം എല്ലാം എല്ലാം റബ്ബിന്റേതാണ്. കുല്ലു മൻ അലൈഹാ ഫാൻ, എല്ലാം നശിച്ചു പോകാനുള്ളതുമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് നമ്മൾ സ്നേഹമുണ്ടാകണം, റബ്ബിനോട് നല്ല പിരിശമുണ്ടാകണം, നല്ല ഭയവും ഉണ്ടാകണം. അല്ലാഹു എപ്പോഴും കാണുന്നുണ്ട്. ഇന്ന റബ്ബക ലബിൽ മിർസാദ്. അല്ലാഹു എപ്പോഴും കാണുന്നുണ്ട്, എല്ലാം അറിയുന്നുണ്ട്. നമ്മുടെ റബ്ബ് അങ്ങനെയാണ്, എല്ലാം കാണുന്നവനാണ് നമ്മുടെ റബ്ബ്. ഉസ്താദ് കാണാതിരിക്കാം, ഭാര്യ കാണാതിരിക്കാം, ഭർത്താവ് കാണാതിരിക്കാം, ഉമ്മ കാണാതിരിക്കാം, ഉപ്പ കാണാതിരിക്കാം, സീക്രറ്റ് ആക്കാം, ഹൈഡ് ചെയ്തു വെക്കാം, ക്ലിയർ ചാട്ടടിക്കാം. എന്നാൽ ഇന്ന റബ്ബക ലബിൽ മിർസാദ്, ആ റബ്ബ് തആലാന്റെ കാഴ്ചയെ തടുക്കാൻ അല്ലാഹു എല്ലാം അറിയുന്നു, എല്ലാം കാണുന്നു. അങ്ങനെയുള്ള റബ്ബുൽ ഇസ്സത്ത് അല്ലാഹുവിനെ അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക. അസ്മാഉൽ ഹുസ്ന, അല്ലാഹുവിന്റെ 99 പേര്. മൻ അഹ്സാഹ, ആരെങ്കിലും അതിനെ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ ദഖൽ ജന്ന, അവർ സ്വർഗ്ഗത്തിലാണ്. അസ്മാഉൽ ഹുസ്ന എപ്പോഴും ചൊല്ലുന്നവർ ആ കുടുംബത്തിൽ സന്തോഷമാണ്. അവർ നാളെ സ്വർഗത്തിലേക്കുള്ള കുടുംബമാണ്, അവർ രക്ഷപ്പെടുന്ന കുടുംബമാണ്. സ്വർഗം വേണം. തമാശക്ക് ചില ആളൊക്കെ റീൽസ് ഒക്കെ ഉണ്ടാക്കുമ്പോ പറയുന്നുണ്ട്, പെഞ്ഞായി സ്വർഗത്ത് പോണ്ടെങ്കിൽ നക്കാ സ്വർഗ വേണ്ട. തമാശക്ക് പോലും അങ്ങനെ പറയാൻ പാടില്ല. തമാശക്ക് പോലും എന്താക്കാൻ പാടില്ല. പഠിച്ചാ ഇല്ല? പേടിക്കുന്ന ഉറക്ക് തൂങ്ങിയാലുണ്ടെങ്കിൽ പേടിക്കും. ചില ആൾക്ക് അങ്ങനെയുണ്ട്, വായല തുടങ്ങുമ്പോ ഉറക്ക് വരുന്നു. ചില ആൾക്ക് കുത്തു പോതുമ്പോ അപ്പം വരുന്നു ഉറക്ക്. ചില ആള് കുത്തുബിയത്തിന്റെ അവിടെ അല്ല ചാരിട്ട് ഇരുന്നിട്ട് ഉറങ്ങിരിച്ചു. ഇന്നത്തെ മജ്‌ലിസ് ഭാര്യ നല്ല. ഇനി എന്തേ ഫസ്റ്റ് നല്ല ലാസ്റ്റോളം നിന്നിട്ട് ഉറങ്ങിയെങ്കിൽ പിന്നെ നല്ല ആവാത്ത എന്തേ അല്ലേ? സീർണി ഉണ്ട്, പൈസ ഉണ്ട്, എല്ലാം ഉണ്ട്, നിന്നിട്ട് ഉറക്കും ഉണ്ട്. അതിന്റെ ഒക്കെ എടുത്തോടെ നല്ല ഉസ്താദന്മാർ, നല്ല ഐക്യത്തിലും സന്തോഷത്തിലൊക്കെ കാണുന്ന ഉസ്താദന്മാരെ കാണുമ്പോ സന്തോഷമായി. അല്ലാഹു ബർക്കത്താക്കട്ടെ. ഇപ്പൊ കുത്തുബിയത്ത്, മൗലിദ് ഇതൊക്കെ എടുത്തുപോയി സമുദായത്തിൽ നിന്ന്, അതെല്ലാം മായ്ച്ചു കളയപ്പെട്ടു. അങ്ങനെയാണ്. അങ്ങനെ അതൊക്കെ വേണം വീടുകളിൽ. സയ്യിദന്മാർ, മഹാന്മാർ, ഉസ്താദുമാർ. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആൻ, അല്ലാഹുവിന്റെ കലാം പഠിപ്പിക്കുന്ന പഠിച്ച ഉസ്താദുമാർ. അവർ വീട്ടിൽ കയറി ദുആ ചെയ്യുമ്പോ, അവർക്ക് സദഖ ചെയ്യുമ്പോ, അവരെ സന്തോഷിപ്പിക്കുമ്പോ നിങ്ങളെ കുടുംബത്തെ അല്ലാഹു സന്തോഷിപ്പിക്കുമെന്നാണ്. അങ്ങനെയാണ്. പകരത്തിന് പകരം തരുന്നവനാണ് റബ്ബ് തആല. എന്തിനും പകരം തരുന്നവനാണ് അല്ലാഹു തആല. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, വയലിന്റെ സദസ്സിൽ ഉറങ്ങാൻ പാടില്ല, ദിക്റിന്റെ സദസ്സിൽ ഉറങ്ങാൻ പാടില്ല, ഖുത്ബോതുമ്പോ ഉറങ്ങാൻ പാടില്ല, നിസ്കാരത്തിൽ ഉറങ്ങാൻ പാടില്ല. അങ്ങനെ ഉറങ്ങിയാ ദാരിദ്ര്യം വരുന്നാണ്. ദാരിദ്ര്യം വരും. അങ്ങനെയുള്ള സ്ഥലത്ത് ഉറങ്ങാൻ പാടില്ല. ഉറക്ക് വരുന്നതിന് മുമ്പേ നമുക്ക് നിർത്തിയും വേണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഉറങ്ങേണ്ട സ്ഥലത്ത് ഉറങ്ങണം. രാത്രി പെട്ടെന്നുറങ്ങി രാവിലെ പെട്ടെന്ന് എണീക്കുന്ന കുടുംബത്തിന് അള്ളാന്റെ റഹ്മത്തിന്റെ മലക്കിന്റെ ദുആ ഉണ്ട്. 2 ജോഡി മലക്കുകള് രാത്രി വരുന്നു, രാവിലെ വരുന്നു, എന്നിട്ട് ദ്വാരക്കുന്നു. 9 മണിക്ക് നെറ്റ് ഓഫ് ആക്കിയിട്ട് കിടന്നുറങ്ങിയ ഭാര്യയുണ്ടോ, ഭർത്താവുണ്ടോ, ഉമ്മണ്ടോ, ഉപ്പുണ്ടോ, മക്കളുണ്ടോ, അവർക്ക് വേണ്ടി ദുആ ചെയ്യും. അല്ലാ അല്ലാ ഇങ്ങക്ക് നീ റഹ്മത്തും ബറക്കത്തും കൊടുക്കല്ലാ. റഹ്മത്തിന്റെ മലക്കിന്റെ ദുആ. സുബഹിക്ക് തഹജ്ജുദിന്റെ നേരത്ത് 2ാമത് റഹ്മത്തിന്റെ മലക്ക് വരും. നമ്മളെ വന്നിട്ട് ദുആ കൊണ്ടു. അല്ലാഹ്
അല്ലാ ഇങ്ങ വർക്കടെ എഞ്ചിടാറ് ഇങ്ങക്ക് നീ റഹ്മത്തും ബറക്കത്തും കൊടുക്കല്ലാ. അങ്ങനെയാണ് നമുക്ക് 2 ദുആ കിട്ടുന്നല്ലേ. 10 മണിക്ക് ഉറങ്ങിയിട്ട് വാന്ന് 4 ഗಂಟೆಗೆ എഞ്ചിട്ട് വാവിടുന്ന ഞങ്ങൾക്ക് അല്ലേ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ അല്ലേ. നെറ്റ് തീർന്നെങ്ങ് വർക്ക് വരുന്നില്ല, തീർന്നെങ്ങ് വർക്ക് വരുന്നില്ല. ഹോട്ട്സ്പോട്ട് കട എടുത്തിട്ടായെങ്കും എല്ലാത്തിനും കട ഉണ്ടല്ലോ. ഇപ്പൊ കട കൊടുക്കാതിരുന്നെങ്കിൽ എല്ലാം ബന്ധല്ല ശരിയിരിക്കും. കട കൊടുത്തെങ്കിൽ പിന്നെ യുദ്ധ ഗലാട്ട കത്തി കുസ്തി കൊല്ലാന് വലിയ കാരണം എന്ത് വേണ്ട. അരി എടുക്കുമ്പോ അരിയുടെ ഒട്ടുകൊക്കെ ഇട്ട ടോക്കണ്, ഈ ടോക്കണക്ക് വേണായിട്ട് തന്നെ കുത്തിയിട്ട് കൊന്നേ സമാൻ. അല്ലാഹു കാക്കട്ടെ. കൊല്ലകു ബില്ലെ 250 ഉറുപ്പിക വേണായിട്ട് കൊലയാക്കിട പോലത്തെ സമാൻ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ റഹ്മത്തിന്റെ മലക്കിന്റെ ദുആ നമുക്കുണ്ടാകണം. അതിന് വേഗം ഉറങ്ങണം, വേഗം ഉറക്കിൽ നിന്ന് ഉണരണം. അല്ലാഹുവിനെ പിരിസം വെക്കണം, അല്ലാഹുവിനെ ഇഷ്ടം വെക്കണം. ഫർളുകളെല്ലാം പൂർണ്ണമായി വീട്ടുന്നവരാകണം. എല്ലാ ഫർളുകളും വീട്ടി എല്ലാം അല്ലാഹുവിന്റെ ഹക്ക് മുഴുവനും വീട്ടുന്നവരാകണം. ഫർളായ നോമ്പ്, ഫർളായ നിസ്കാരം, എന്തെല്ലാം ഫർളുണ്ടോ ഈ ഫർളുകളൊക്കെ വീട്ട. അതിൽ യാതൊരുവിധ വീഴ്ചയും വരുത്താൻ പാടില്ല. ഫർളില് നേർച്ച വെച്ചാൽ അതും ഫർളായി പിന്നെ നിർബന്ധമായി. നേർച്ച പെണ്ണുങ്ങളൊക്കെ ശ്രദ്ധിക്കുക അല്ലേ. കർപ്പുഞ്ചിയായിട്ട് ഒലിമ്പതിങ്ങ കഴിഞ്ഞാൽ പിന്നെ നേർച്ച പെത്തേൽ പിന്നെ ഓർമ്മന്നല്ലേ എന്ത് നേർച്ച വെച്ചിനെന്ന്. ഏതല്ല മുത്തലിബ് ഔലിയാനെ വിളിച്ചിനി, സയ്യിദ് മദനി തങ്ങളെ വിളിച്ചിനി, ബന്ദർ മൗല തങ്ങൾക്ക് നേർച്ച വെച്ചിനി, സൈദാനി ബീവിന്റെ അടുക്ക് പൂയിടാന്നെല്ലാം എന്തെല്ലാം ഓർമ്മയായി എല്ലാം ചൊല്ലിന്. അപ്പൊ എന്തെല്ലാം ഓർമ്മയാണ്. ചില ആൾക്ക് അങ്ങനെ ജോറ് സീരിയസിൽ സീക്കല വരുമ്പോ ഔലിയാക്കന്മാരെ നെനപ്പുണ്ടു, നേർച്ച വെക്ക ഓർമ്മയുണ്ടു എല്ലാം ആയൽ പിന്നെ. പണ്ടൊരാള് റോഡ് തപ്പിയിട്ട് നേർച്ച വെച്ചാൽ, റോഡ് തപ്പിയിട്ട് നേർച്ച വെച്ചപ്പോ റോഡ് സമ കിട്ടിയിട്ടാകുമ്പോ അയാൾ ചൊല്ലിയല്ല ഇതിപ്പോ എന്തോ അങ്ങനെ എന്തോ കിട്ടിയല്ലല്ലോ, ഞാൻ പോയിട്ട് എത്തിയല്ലേ, അത് കൊടുത്തില്ലെങ്കിൽ തൊന്തരയില്ല. 2ാമത് ബയ്യൊക്കെ തപ്പി ചെല്ലൽ ഞാൻ കുസാലാക്കിയ പഠിച്ചോനെ നേർച്ചല്ല കൊടുക്ക റോഡ് കിട്ടട്ടെ. അപ്പൊ അങ്ങനെ അവസരവാദികൾ നമ്മളാകാൻ പാടില്ല. അവസരവാദികൾ നമ്മളാകാൻ പാടില്ല. അവസരത്തിനൊത്തിട്ട് മാറുന്നവർ 2 മുഖമുള്ളവർ, മുന്നിലൊന്ന് വേറെ ബാക്കിലൊന്ന് വേറെ. ഇത് റബ്ബ് തആലാക്ക് ഇഷ്ടല്ല, അല്ലാഹ്ക്ക് ഇഷ്ടല്ല. അല്ലാഹ്ക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കുന്നവരാകണം. അല്ലാഹുവിന്റെ ഹബീബ് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ നബി തങ്ങൾ ഉമ്മാനെ കാട്ടിയും ഉപ്പാനെ കാട്ടിയും വൈഫിനെ കാട്ടിയും പെഞ്ഞായിനെ കാട്ടി ഭർത്താവിനെ ഹസ്ബൻഡിനെ കാട്ടി വാഹനം, നമ്മുടെ വെഹിക്കിൾസ്, നമ്മുടെ മൊബൈല്, നമ്മുടെ വാച്ച്, നമ്മുടെ മറ്റുള്ളത് എല്ലാ വസ്തുക്കളെ കാട്ടിയും നമുക്ക് സ്നേഹം വേണ്ടത് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ സ്നേഹമാണ്. ഉമ്മാനെ കാട്ടി സ്നേഹമാണ്, ഉപ്പാനെ കാട്ടി സ്നേഹമാണ്, വൈഫിനെ കാട്ടി സ്നേഹമാണ്, മക്കളെ കാട്ടി സ്നേഹമാണ്. അങ്ങനെ സ്നേഹമുള്ള ഒരു ഉമ്മയില്ല, ഒരു ഉപ്പയില്ല, ഒരു ഭാര്യയില്ല, ഒരു ഭർത്താവില്ല. നരക ശിക്ഷ അനുഭവിക്കുന്ന, ഖബർ ശിക്ഷ അനുഭവിക്കുന്ന ആളുടെ ഖബറിനടുത്ത് പോയിട്ട് നിൽക്കുമ്പോഴാണ് ഖബറിൽ ശിക്ഷിക്കപ്പെടുന്നത്. ആ ഉമ്മാന്റെ മോനെ ഖബറിന്റെ അടുത്ത്, ആ മോന്റെ ഉമ്മാനെ ഖബറിന്റെ അടുത്തേക്ക് വരുത്തുന്നത് വരെ അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പോയില്ല. ആ ഖബറിൽ കിടക്കുന്ന ആളുടെ ഉമ്മാനെ വിളിപ്പിച്ചു. എന്നിട്ട് ഉമ്മാട് പറയുന്നു, ഉമ്മ ഇത് നിങ്ങളുടെ മോനല്ലേ, നിങ്ങളുടെ മോനിക്ക് മാപ്പ് കൊടുക്കുമോ? മോൻ പറഞ്ഞു കൊടുക്കൂല നബിയേ. ഉമ്മ പറഞ്ഞു മോന് കൊടുക്കൂല നബിയേ. അത്രയും എന്നെ അവൻ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. ഉമ്മാന്റെ പൊരുത്തല്ലാന്നറിഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഉമ്മ നിങ്ങളുടെ മോന് ഖബറിൽ ബുദ്ധിമുട്ടിലാണ് ഉമ്മ, ഉമ്മ മാപ്പാക്കണേ ഉമ്മ. ഉമ്മാറും അബ്ബാറും അല്ല അന്തജാക്കണോ നാണ് മരിച്ചെങ്ക സമയത്ത് തന്റെ മുഖം നോക്ക തീറ അങ്ങനെ പറയാൻ പാടില്ല. ഇതാ ഓൺ അനുഭവിക്കണു, ഓണ് മണ്ണ് തിന്നല്ലേ, ഓൺ ഹലാക്കായിട്ട് പോണു, ഓൺ ഏളികാവല ഇത്ര കഷ്ട വന്നിട്ട് ബൽത്തിട്ട് കൊണ്ട് പെഞ്ഞായിരട്ട് പോയല്ലേ. ഓന്റെ പെഞ്ഞായിരട്ടല്ലാണ്ട് പിന്നെ വേറെ പെഞ്ഞായിരട്ട് പോകാം ഇല്ലല്ലേ. അങ്ങനെ ശപിക്കരുത് ഉമ്മ, ഉമ്മ ശപിക്കാൻ പാടില്ല. ഇതാ ഉമ്മടെ സാപ്പ, ഉമ്മടെ സാപ്പ ശപിക്കുന്ന ആള്
ആളുകൾ ഹൽ ദഅവത അലൈഹി, മക്കക്കെതിരായി നിങ്ങൾ ദുആ ചെയ്തിട്ടുണ്ടോ? ഖാല നഅം, അതേ ദുആ ചെയ്തിട്ടുണ്ട്. അപ്പോഴാ പറഞ്ഞത് അന്ത അഫ്സത്ത, നിങ്ങളാണ് ആ മോനെ ബെടക്കാക്കിയത്. ഉമ്മാരൊക്കെ ശ്രദ്ധിക്ക, അലാക്കിട മക്ക പറയാൻ പാടില്ല, ഷാവുടെ മക്ക, മുസീബത്ത് പിടിച്ച മക്ക, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ശാപം വെക്കുന്ന ഉമ്മയാകരുത്, ശാപം വെക്കുന്ന ഉപ്പയാകരുത്. ഒരാൾക്കും ശാപം വെക്കുന്നതിൽ ഖൈറില്ല. നമ്മ ശാപമല്ല, ഒരു ഗാഡിയിൽ ചന്തർത്ത ബുള്ളറ്റിൽ പോയോണ്ടിരുന്നെങ്കിൽ ഓണ് സമ എത്തിയെങ്ങ് നസീബ് ഈ സമാൻ അല്ലേ? ഓനെ എണ്ണകും, ഓന്റെ ആങ്കാർത്ത പോക്കു, ഓന്റെ ഒടുക്കത്തെ പോക്കു അല്ലെ? സലാമത്ത് എന്തെങ്കിലും ഓവർ സ്പീഡൊക്കെ കണ്ടെങ്കിൽ അള്ളാഹു സലാമത്താക്കട്ട് അങ്ങനെ എന്തെങ്കിലും പറയുന്നല്ലാതെ ഓന്റെ ആങ്കാറ അങ്ങനെ ഓമ്പുണ്ട ലാസ്റ്റ് ബൂണ്ടെപ്പ നാണപ്പമേ വിചാരിച്ചിരേ ഓൺ ഈ ടൈപ്പിൽ പോയെങ്കിൽ ബൂളൂന്ന്. ഓൻ ബൂളലാഞ്ഞു, ഓൻ വിചാരിച്ചേല് ബൂള അല്ലേ? അങ്ങനെയൊക്കെ ഉണ്ട്. ചില അത് ഭയങ്കര കൊസിയാണ്. പെത്തക്കിടാവും, നല്ല ചന്തമുള്ള കിടാവും, രണ്ട് നിങ്ങളായിട്ട് കിടാവ് ഉഷാറില്ലാത്ത പണി വന്നിട്ട് അഡ്മിറ്റ് ആയപ്പോ അപ്പുറത്തെ ഉള്ള ഒരു കൊസി അപ്പൊ കിടാവെല്ലാം ബച്ചിട്ട് ചില തടിയെല്ലാം കുറഞ്ഞപ്പ ഓള് ഒരു ആശ്വാസന അല്ലെ, ഒരു കൊസി തന്റെ കിടാവരായിട്ട് ചന്തയിന്ന് പൊയ്ത്തല്ലേ പൊയ്ത്തല്ലേ ഒർക്ക സമാധാന. അങ്ങനെ ഏതുമാകാൻ പാടുള്ളതല്ല. ഏതുമാകട്ടെ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഉമ്മാട് മാപ്പ് ചോദിച്ചു കൊടുക്കുകയാണ്. കൊടുക്കേണ്ട താമസമാ ഖബറിൽ ഉണ്ടായ ശിക്ഷയുണ്ടല്ലോ, ആ ശിക്ഷയെ തൊട്ട് രക്ഷപ്പെടുകയാണ്. ജസാക്കല്ലാഹ് യാ റസൂലല്ലാഹ്, നബിയേ എന്റെ ഖബറിന്റെ ശിക്ഷ എന്റെ ഉമ്മാട് മാപ്പ് ചോദിച്ചിട്ട് എന്നെ രക്ഷപ്പെടുത്തിയ നബിയേ, അങ്ങേക്ക് അല്ലാഹു പ്രതിഫലം തരട്ടെ. ആരാ? മുസ്ലിമായി സ്വാലിഹായ മനുഷ്യനായി ഉമ്മാന്റെ പൊരുത്തല്ലാത്ത ആളായതുകൊണ്ട് ഖബറിൽ ശിക്ഷയായി പോയി. അതുകൊണ്ട് ഉമ്മാനെക്കാട്ട് സ്നേഹമുള്ള റസൂലുള്ളാഹ്, ഉപ്പാനെക്കാട്ട് സ്നേഹമുള്ള റസൂലുള്ളാഹ്, ഉമ്മത്തികൾക്ക് വേണ്ടി കരയുന്ന റസൂലുള്ളാഹ് സ്വർഗം ഉദ്ഘാടനം ചെയ്തിട്ട് രണ്ടാമത് വന്നിട്ട് സ്വർഗത്തിന്റെ സിറാത്തിന്റെ അടുത്ത് വന്നിട്ട് അല്ലാഹുമ്മ സല്ലിം അല്ലാഹുമ്മ സല്ലിം ഓരോ ഉമ്മത്തികൾക്കും രക്ഷ ചോദിക്കുന്ന റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളെ നല്ലോണം സ്നേഹിക്കണം. ഏത് കുടുംബം പറയുമ്പോഴും ഏത് വയല് പറയുമ്പോഴും അള്ളാനെയും റസൂലിനെയും പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. കുടുംബത്തെക്കാട്ടിയും മേലെയാണവർ, നമ്മുടെ കുടുംബത്തെക്കാട്ടിയും കടപ്പാടുള്ളവരാണവർ. അള്ളാന്റെ റസൂലിന്റെ പേരിൽ ധാരാളം സ്വലാത്ത് ചെല്ലണം. നബി തങ്ങളുടെ പേരിൽ ധാരാളം മൗലിദോദണം. പോലെല്ലാം മൗലിദെല്ലാം ഓദിക്കണം അല്ലേ? അങ്ങനെയുണ്ട് മൗലിദല്ല. പഴയ കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു. ഉസ്താദന്മാരെല്ലാം വന്നിരുന്ന് വീട്ടിൽ മൗലിദോതുക. വലിയ ബറക്കത്താണ്. വീട്ടിലേക്ക് റഹ്മത്തിറങ്ങാൻ, വീട്ടിലേക്ക് ബറക്കത്തിറങ്ങാൻ. രാത്രി ഭക്ഷണത്തിന് കൊണ്ടുപോയതൊരു സ്വഹാബി വര്യൻ 84 ആളുകളെയാണ്. രാത്രിന്റെ ഫുഡിന് വീട്ടിലേക്ക് കൊണ്ടുപോയത് 84 ആളെയാണ് ഒറ്റ രാത്രി. അപ്പോഴാണ് മുത്തഅല്ലിമീങ്ങൾക്ക് മുഅല്ലിമീങ്ങൾക്ക് ഉസ്താദന്മാർക്കൊക്കെ കൊടുക്കുന്ന ഭക്ഷണം, അത് ഭക്ഷണം മാത്രല്ല, എന്തുമാകട്ടെ, സമ്മാനമാവട്ടെ, പൈസയാവട്ടെ, റമദാനിലാവട്ടെ, റബീഉൽ അവ്വലിലാവട്ടെ, പെരുന്നാളുകളായിട്ടാവട്ടെ, ഏതവസ്ഥയിലാണെങ്കിലും ഇൽമിന്റെ അഹ്ലുകാർക്ക് കൊടുക്കുന്നതിൽ വലിയ കാവലാണ്, വലിയ ബറക്കത്താണ് അല്ലേ? ചില ആളല്ലേ ഉസ്താദന്മാർക്ക് കൊടുക്കുന്ന ആർക്ക് പോകാത്ത റിജക്ട് നോട്ട് ഗംടേപ്പല്ലേ പറ്റി ചില ഉസ്താദിന്റെ കീസൊക്കെ പോ, ഇല്ലെങ്കിൽ ദർഗാന്റെ പെട്ടിക്ക് ആരും കാണാനില്ലല്ലേ. ഉസ്താദന്മാർക്ക് പിന്നെ മുണ്ടൊരു ഒന്നില്ല, മുണ്ടിക്ക് പിന്നെ അതും സമസ്യ. അങ്ങനെ അന്നൊരു ഉസ്താദിന് കൈമടക്കിയതിൽ എല്ലാം 10-20 ഗംട്ടെ പൊട്ടിച്ചിട്ടുണ്ടായാല. ഇയാളൊരു ചൂട് ചപ്പാത്തി പോലത്തെ ഇവിടുത്തെ ഉസ്താദന്മാരെ പോലത്തെ പാപ്പല്ല, എന്നെ പോലത്തെ. അയാൾ വെള്ളിയാഴ്ച പെട്ടിക്കെട്ടൽ റെഡിയാക്കിയിട്ട് വെള്ളിയാഴ്ച എണിച്ചത് ശരിയല്ല, ഓന്റെ ഖബറിലേക്ക് തീ പിടിക്കാനെന്ന് ഒറ്റ പാച്ചലല്ലേ കിഞ്ഞിട്ടയാള്. ആർക്ക്? ഈ
ഗം ടേബിൾ ഇട്ടിട്ട് കൊടുത്ത ഈ മനുഷ്യന്. അപ്പൊ ചിലപ്പോ ചില അങ്ങനത്തെ മനുഷ്യന്മാരുണ്ട്. പിന്നെ എന്താക്കല്, ചില സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ മുത്താലിമായ കാലത്ത് ഞാൻ ഉണ്ടായ അപ്പുറത്തെ പള്ളിയിൽ 2:30 മണിയായിട്ട് ചോറ് വരുന്നേ ഇല്ല. കാത്തിട്ട് പണ്ടല്ല ചോറ് കൊണ്ടുവരാൻ ആളില്ലല്ലേ, കാത്ത് 2:30 മണിയായിട്ട് ചോറില്ല. അയാള് മൈക്ക് ഓണാക്കി വെച്ചു തക്ബീർ കൂട്ടി എല്ലാവരും പ്രസിഡന്റ് എല്ലാവരും പാഞ്ഞുകൊണ്ട് വന്ന് പള്ളിന്റെ അടുത്ത് ഗലാട്ടൈനിയൽ വരുമ്പോ ഇയാൾ ബുദ്ധി പിടിച്ചിട്ട് റെഡിയുണ്ട്. പ്രസിഡന്റ് കൊടുത്താലേ പോയിട്ട് ചോറെടുത്ത ഫസ്റ്റ്. അപ്പൊ അങ്ങനത്തെ ചിലപ്പോ അങ്ങനെല്ലാം ആക്കേണ്ടി വരുന്നത്. പിന്നെ എന്താക്കുന്നല്ലേ, അങ്ങനത്തെ ഓർമ്മയുണ്ട്. ജുമാ കഴിഞ്ഞിട്ട് എല്ലാവരും ഓടിയോണ്ട് ദുആക്ക് നിൽക്കുന്നില്ല. എല്ലാവരും ഓടിയോണ്ട് പോകുമ്പോ ഉസ്താദ് ഓടിയല്ല ബാക്കിൽ തന്നെ. ഉസ്താദ് ദ്വാർക്കൊന്നും നിന്നിട്ടില്ല. പോയിട്ട് പാഞ്ഞോണ്ട് പോയിട്ട് കെന്തരവിടെ എത്തിയിട്ട് 6 പൂണ്ടേ എല്ലാവരും പോയവരെല്ലാം ബയ്യക്ക് വന്നു. 6 പൂണ്ടേ ഉസ്താദ് കേട്ടല്ല. പിന്നെ നിങ്ങൾ അത്ര ഗടി വീട്ടിൽ ഓടി വന്ന ആ ബാറ്റ് നിങ്ങൾ ഓടിയ പറയുമ്പോ കെന്തുകാര പൂണ്ടേ അപ്പൊ പറ പോയി ദ്വാർന്നിട്ട് പറയാനില്ല. എങ്ങനെ അപ്പൊ ചിലപ്പോ ഇങ്ങനെല്ലാം ആക്കേണ്ടി വരുന്നത്. പിന്നെ എന്താക്കല്, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അപ്പൊ ദുആയെങ്കും വയലായെങ്കും നിസ്കാരയെങ്കും അത് ഷോർട്ട് കട്ട്. ഫകാന സ്വലാത്തുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖസ്ത, വളരെ ഷോർട്ട് ആയിട്ട് ചെയ്യാന്നുള്ളത് അതെല്ലാത്തിലും നന്മയാണ്. മൗലിദ് നല്ലോണം കഴിക്കണം. വീട്ടിലൊക്കെ മൗലിദ് ഓതണം. മൗലിദെല്ലാം ഓതിട്ട് ചില ആൾ അങ്ങനെ ഉണ്ട്, എല്ലാം നേർച്ച വെക്കുന്ന മജ്ലിസുന്നൂർ, ബദ്ർ മൗലൂദ്, മങ്കൂസ് മൗലൂദ് 2 ഉസ്താദുമാരെ വിളിച്ചിട്ട് ഉസ്താദെ ഹദീസ് ഓത കൊണ്ടുപോയിട്ട് വിളിച്ചുകൊണ്ട് പോകുന്ന ഒരാളെ 2 ആളെ വിട്ടു കട്ടിട്ട് വിളിച്ച പോയ പോലെ വിളിച്ചു പോയിട്ട് അവിടെ എത്തിയിട്ടാകുമ്പോ ഉസ്താദ് ഒരു ബദ്റുണ്ട്, ഒരു ഇതുണ്ട്, ഒരു അതുണ്ട്, ഏതുണ്ട്. അങ്ങനെ ഒരു ഉസ്താദ് ചെല്ലല്ല, എല്ലാം ഓതൊക്കെ ഞങ്ങ ഉള്ളേ, ഞങ്ങൾക്കെല്ലാം ഓതബണ്ട്. ചാർജ് മാത്രം എല്ലാത്തത് വേറെ വേറെ തരണു. എങ്ങനെ ചില ആൾ എന്താക്കുന്നിട്ട് ഈ ഒന്നിലെ എന്താക്കുന്ന റിക്ഷയില് സാലയുടെ മക്കളെ കടത്തിയ പോലെ 25 ആളെ ഒരേ റിക്ഷയിൽ. അതെല്ലാം നല്ലതൊന്നും അല്ല. അപ്പൊ ഏതു ആകട്ടെ അങ്ങനെയല്ല. വീടുകളിൽ നല്ലോണം മൗലിദോദണം. ഉസ്താദന്മാരെയൊക്കെ വിളിച്ചിരുത്തണം, താലിമീങ്ങളെയൊക്കെ വിളിച്ചിരുത്തണം. അവർക്ക് നല്ല സ്വതക്കയും കൊടുക്കണം. നല്ല സ്വതക്ക. ഒരാള് എപ്പോഴും ചില്ലറന്നെ കുറച്ചെന്നെ കൊടുക്കുന്നതല്ല. 100 രൂപ പണ്ട്. ഇപ്പൊ എല്ലാവരും 30-40 കൊല്ലം മുന്നേ. ഇപ്പൊ 100-500 ഒന്നും കൊടുക്കലില്ലല്ലേ, നല്ലോണം കൊടുക്കലല്ലേ. മേങ്ങുന്നാക്കന്നെ 100 കൊടുത്തെങ്കിൽ പോകുന്നില്ല ഭരന്റെ അവിടുന്ന്. ഞങ്ങ അങ്ങനെ വന്നിട്ട് ഞങ്ങൾ ഗാഡിയിൽ വന്നിട്ട് നല്ല 100 രൂപക്ക് എന്തു പെരുന്നാക്കല്ല മക്കൾക്ക് കൊടുത്തെങ്കിൽ വേണ്ട. അങ്ങനെയല്ല, നല്ല സ്വതക്ക ചെയ്യുക. ആ രൂപത്തിൽ ചെയ്താൽ അല്ലാഹുമ്മ അഅതി മുൻഫിഖൻ ഖലഫാ, ഈ കൊടുക്കുന്നത് നിങ്ങൾ ഹോസ്പിറ്റലിൽ കൊടുക്കുന്നതിന് പകരമാണ്, നിങ്ങൾ ചെലവഴിക്കുന്നതിന് പകരമാണ്. അത് കാവലാണ്, അത് സന്തോഷമാണ്. മക്കളെ പഠിപ്പിക്കുന്നവർക്ക് കൊടുത്താൽ നിങ്ങളുടെ മക്കൾ നിങ്ങൾക്കത് തിരിച്ചു തരാനുള്ളവരാണ്. മരിച്ചാൽ നിങ്ങൾക്ക് സദഖ ചെയ്യാനുള്ള മക്കളാകണോ, മക്കൾ ഉപകാരപ്പെടുന്ന മക്കളാകണോ. എന്ത് വേണോ, മക്കൾക്ക് ഇൽമ പഠിപ്പിക്കുന്നവർ, ഇൽമിന്റെ അഹ്ലുകാർ, അവർക്ക് ധാരാളം സദഖ ചെയ്യുക, അവരെ സ്നേഹിക്കുക. അല്ലാഹുവേ നീ ഖൈർ നൽകണേ അല്ലാഹ്. മുഅ്മിനീങ്ങളെ ഹബീബ് തങ്ങളെ നല്ലോണം ഇഷ്ടം വെക്കുക, ധാരാളം സ്വലാത്ത് ചൊല്ലുക. സ്വലാത്ത് പരിഹാരമാണ്, സ്വലാത്ത് ശിഫാണ്, സ്വലാത്ത് മനസ്സമാധാനമാണ്. 100 കണക്കിനുള്ള എല്ലാ പ്രശ്നത്തിനും, ദുനിയാവിൻ്റെതും ആഖിറത്തിൻ്റെതും ഖബറിൻ്റെതുമായ എല്ലാ വിഷയങ്ങൾക്കുള്ള, എല്ലാ വേവലാതി സമസ്യകൾക്കുള്ള പരിഹാരമാണ് സ്വലാത്ത്. ആ സ്വലാത്തിന്റെ അത്ര വലിയ പരിഹാരം റഹ്മത്തുൽ ലിൽ ആലമീനായ ഹബീബ് തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് പോലെ മറ്റൊന്നുമില്ല. അല്ലാഹുവേ അവരുടെ കൂടെ ഹബീബിനെ ദുനിയാവിൽ വെച്ച് കാണാനും സുഖലോക സ്വർഗത്തെ ഹബീബ് തങ്ങളെ കൂടെ ഒത്തുകൂടാനും അല്ലാഹ് തൗഫീഖ് നൽകണേ അല്ലാഹ്. നമ്മുടെ മക്കൾ അള്ളാനെ പറഞ്ഞു, അള്ളാന്റെ റസൂലിനെ സൂചിപ്പിച്ചു. നമ്മുടെ മക്കൾ നമുക്ക് ഔദാര്യമാണ്, റഹ്മത്താണ്, ബറക്കത്താണ്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. മക്കൾക്ക് ദുആരക്കുമ്പോ ഇമാം അംബിയാക്കൾ ദുആരുന്നില്ല, റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ. സാലിഹീങ്ങളായ മക്കളെ കൊണ്ടല്ല. മക്കള് ആണാവാ പെണ്ണാവാ അത് ഡിസ്കസ് വേണ്ട. ആണുവാവും പെണ്ണുവാവും. പിന്നെ വേണ്ടത് എന്താണ്? സ്വാലിഹീങ്ങളായ മക്കൾ. അതാണാണെങ്കിലും വിരോധമല്ല, പെണ്ണാണെങ്കിലും പ്രശ്നമല്ല. ഇനി പെണ്ണായാലോ ഒന്നാമത്തേത് പെണ്ണായാലും വലിയ ബർക്കത്താണ്. ഇപ്പൊ ഒന്നല്ല, ഫുള്ള് പെണ്ണായെങ്കും ബർക്കത്തന്നെ. എന്താ ഇങ്ങോട്ട് കൊടുത്തിട്ട് കൊണ്ടുവന്ന് പഴയ അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്.
പെണ്ണില്ല, എവിടെ നോക്കിയെങ്കിലും പെണ്ണില്ല. നല്ല സ്വാലിഹത്തായ പെണ്ണിന്റെ ലക്ഷണം പറഞ്ഞ് വയത് കഴിഞ്ഞ് പോകുമ്പോ പാലക്കാട് ഉസ്താദ് സ്വാലിഹത്തായെങ്കുവാവും അല്ലെങ്കുവാവും ഒരു പെണ്ണ് കിട്ടിയവത്ത് ദ്വാരക്കൊരു ഉസ്താദ്. സ്വാലിഹത്തിനെ കിട്ടാൻ സ്വാലിഹത്തായ പെണ്ണ് കിട്ടണമെന്നല്ല ചെല്ലുമ്പോ വേസന്മാർ തലാട്ട് നോക്കൊക്കൂന്ന് എന്നോടക്ക് എന്നെ സ്വാലിഹത്തായ പെണ്ണ് ഇൻഷാ അല്ലാഹ് എത്തിച്ചെങ്കില് സുഖലോക സ്വർഗത്തിലെ ഹൂറുല്ലീങ്ങൾ സ്വർഗത്തിൽ കിട്ടണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലേ? ഈട ചിലപ്പോ മസനാ വസുലാസ വറുബാ 2, 3, 4 എന്നൊക്കെ പറയുമ്പോ കുഴപ്പാക്കിയാലും സ്വർഗത്തിൽ കളാട്ടാക്കാനില്ലല്ലോ, സ്വർഗത്തിൽ എന്തും ചെയ്യാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് കളാട്ടാക്കിരണ്ട. ഒരു സൈഡില് ഗ്യാസ് ഇല്ല, പിന്നെ സൈഡില് പെഞ്ഞായും ഇല്ലെങ്കിൽ എന്തുമില്ല അല്ലേ? എന്തുമില്ല. ജാഗ്രത ആയിക്കോളി. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖൈർ പ്രദാനം ചെയ്യട്ടെ. പെണ്ണാണെങ്കിൽ ഖൈറാണ്, ബറക്കത്താണ്. നിക്ക് 3 പെണ്ണെമാ 3 പെണ്ണെമാ. ഈ കേൾക്കുന്നവളും അവളും പെണ്ണെ, അവളാണ് അതിനങ്ങാ വട്ടിയല്ല അല്ലേ? ഇത് ഈ മക്കളെ ഗലാട്ടെല്ലാം ഉള്ളാർക്ക് പെണ്ണിങ്ങ കാണികക്ക് ഇനി എന്ത് പുറുസത്തില്ല. കിടാവു നോക്കൂ, ഗൊമ്പയുടെ കുഞ്ഞി പോലെ, ഗൊമ്പ പോലെ അല്ലെ? എങ്ങനെ ഉണ്ടു? ഊണും കറുത്തിട്ട് ഓളും കറുത്തിട്ട് കിടാവ് വെളുത്തിട്ട് തപ്പിട്ടില്ലല്ലേ നർസറങ്ങക്ക് അല്ലെ? ബേജാറ് ഓർക്കാർക്ക് ബേജാറ്. ഉമ്മാക്കും ബേജാറില്ല, ഉപ്പാക്കും ബേജാറില്ല, പെറ്റോർക്കും ബേജാറില്ല, പൈസ കൊടുക്കുന്നവനക്കും ബേജാറില്ല. ബേജാറ് അപ്പുറത്തെ ഉത്തരവുള്ളൂ അല്ലേ? പെണ്ണുങ്ങൾക്ക് അതൊക്കെ ഭയങ്കര സീരിയസ് ആണ്. പുതിയ പെണ്ണിന് എങ്ങനെ പള 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 2 മണിക്കൂർ ഇങ്ങനെ ഫൈറ്റ് കൊടുത്തെങ്കിൽ പള പളാന്ന എങ്ങനെ വേണമെങ്കിൽ ആക്കാനാന്നില്ലേ? അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ഉമ്മമാരെ അനാവശ്യങ്ങളിൽ നിന്ന് എല്ലാത്തിൽ നിന്നും വേണ്ടാത്ത വിഷയം ഡിസ്കസ് ആക്കരുത്. കിടാവ് 4.5 കിലോ 4.5 കിലോ 8.5 കിലോക്കെട്ട് നിന്റെ ബാറ്റിലല്ലേ, നീ പ്രസവിച്ചതല്ലല്ലേ, നിക്ക് തൊന്തരയില്ലല്ലേ, അങ്ങക്ക് വേറെ സ്വർണ്ണമേ ഇല്ല. ഇതൊന്നും നമ്മൾ കണക്കാക്കണ്ട. അതുകൊണ്ട് പെണ്ണും ആണും അതുകൊണ്ട് പ്രത്യേക ഗുണമുണ്ടെന്ന് ആരും കരുതണ്ട. മക്കള് കിട്ടിയാൽ ഭാഗ്യമാണ്, കിട്ടാത്തതോ ഇല്ലാത്തവർക്ക് ഇല്ലാത്തതും ഭാഗ്യമാണ്. എത്രയോ ഉപ്പമാർ മക്കളെ കൊണ്ട് നരകത്തിൽ പോകുന്ന ഉപ്പുണ്ട്, എത്രയോ മക്കളെ കൊണ്ട് നരകത്തിൽ പോകുന്ന ഉമ്മുണ്ട്. ഇങ്ങനെയാണ് എന്നോട് രാജാറ് പറഞ്ഞിട്ടുണ്ട്, ഉസ്താദേ സ്വന്തം മക്കളെ വെടിവെച്ചിട്ട് കൊല്ലുടേത് അള്ളാഹുടെ മുട്ടത്ത് നക്ക് അനുവദനീയ ഉണ്ട് കണ്ടെങ്കിൽ നണ്ട ജണ്ട് ആൺമക്കളുണ്ട്, ജണ്ട് പെൺമക്കളുണ്ട്. ജണ്ട് ആൺമക്കളെയും സൂട്ടാക്കിയിട്ട് കൊല്ലത്തെ ഉസ്താദേ. എങ്ങനെ മക്കളെ കൊല്ലണമെന്ന് കരുതുന്ന ഉപ്പമാർ പോലും മക്കളുടെ ബുദ്ധിസമയില്ലാത്തതിന്റെ പേരിൽ. അതുകൊണ്ട് മക്കൾ അനുഗ്രഹമാണ്. ഇവിടെ ഇർഫാനി ഉസ്താദ് സ്വാഗതത്തിൽ ഓതിയല്ലോ, നിങ്ങ മാത്രമല്ല എങ്കിൽ സ്വർഗത്ത് പോ സാധ്യല്ല. മക്കളെ നന്നാക്കണ്ടേ. ഇമാമികളുടെ ചരിത്രം നോക്കുമ്പോ കാണാം 3 മണി പാതിരാ നേരം കഴിയുമ്പോ മക്കളെ വിളിച്ചുണർത്തുകയാണ്, മക്കളെ ഇനിയും ഉറങ്ങിയെങ്കിൽ ഞമ്മക്ക് സ്വർഗത്തിന് പോണ്ടേ, ഇനിയും ഉറക്ക് നിപ്പാട്ടകായില്ലേ എപ്പാ 3 മണി നേരമാകുമ്പോ ഞമ്മളെ മക്ക ഓൺലൈന് 2.5 ഗണ്ട ഓൺലൈൻ ഉണ്ടോ, ഓഫ്ലൈനിലായിട്ടില്ല, ഉറങ്ങിയിട്ടില്ല. അങ്ങനെയാണ്. അതുകൊണ്ട് മക്കൾ അനുഗ്രഹമാണ്. മക്കളോ ഇന്നമാംവാലുക്കും ഔലാദുക്കും ഫിത്ന. നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് ഫിത്നയാണ്. നിങ്ങളെ പൈസ നിങ്ങൾക്ക് ഫിത്നയാണ്. പൈസ ഫിത്നയാണ്. ഫിത്ന വേണ്ടേ? വേണോ? മക്ക ഫിത്നയാണ്. വേണ്ടേ? വേണോ? അതിനെ നല്ല പോലെ ചെലവഴിച്ചു, നല്ല പോലെ ആക്കിയാൽ അതിന് വലിയ പ്രതിഫലമുണ്ട്. പൈസ അല്ലെ? ക്രിക്കറ്റിന് കൊടുക്കാൻ ബേജാറില്ല, ഹോസ്പിറ്റലിന് കൊടുക്കുമ്പം ബേജാറില്ല, വീടിന് അലങ്കാരത്തിന് ബേജാറില്ല, ലൈറ്റിങ്സിന് കൊടുക്കുമ്പം ബേജാറില്ല, ഫ്ലക്സിന് കൊടുക്കുമ്പം ബേജാറില്ല, ആഡംബരത്തിന് കൊടുക്കുമ്പം ബേജാറില്ല, അനാവശ്യത്തിന് കൊടുക്കുമ്പം ബേജാറില്ല, റീചാർജിന് കൊടുക്കുമ്പം ബേജാറില്ല, TV കടിക്കുമ്പം ബേജാറില്ല, മക്കൾക്ക് സ്കൂൾ ഫീസ് കൊടുക്കുമ്പം ബേജാറില്ല, ഒക്കെ ബേജാറില്ല. പള്ളിക്ക് കൊടുക്കുമ്പം ബേജാറ്, ഒന്തിക്ക് 100-200 ബേജാറ്, മദ്രസിലേക്ക് 50 ഉറുപ്യ കൊടുക്കുമ്പം ബേജാറ്, ഉസ്താദന്മാർക്ക് കൊടുക്കും
കൊടുക്കുമ്പം ബേജാറ്, അത്ര വേണ അതങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടാ, ഇത്ര മയ്യാവുള്ളേ, പോലീസ് വർത്തങ്ങൾക്ക് ഇത്ര ശമ്പളം ഇല്ലേ, ഉസ്താദന്മാർക്ക് കൊടുക്കുമ്പം ബേജാറ്, മുത്തഅല്ലിമീങ്ങൾക്ക് കൊടുക്കുമ്പം ബേജാറ്, സദർ ഉസ്താദിന് കൊടുക്കുമ്പം ബേജാറ്, ഖതീബ് ഉസ്താദിന് കൊടുക്കുമ്പം ബേജാറ്, മുഅല്ലിമീങ്ങൾക്ക് കൊടുക്കുമ്പം ബേജാറ്. അങ്ങനെ ബേജാറുണ്ടാവരുത്. ഈമാൻ കുറഞ്ഞവർക്കാണ് നല്ലതിന് ചെലവഴിക്കാൻ ബേജാറാവുക. പള്ളി നല്ലതാണ്, ദീന് നല്ലതാണ്, നല്ലതിനാണ്. മുത്തഅല്ലിമീങ്ങൾക്ക് ഉസ്താദുമാർക്ക് നല്ലതിന് ചെലവഴിക്കാൻ മനസ്സില്ലയോ, അവന്റെ മനസ്സിന്റെ ഉള്ളില് നിഫാഖുണ്ട്, ദരിദ്രമുണ്ട്. അവൻ എത്ര വലിയവനാണെങ്കിലും നാളെ മഹ്ശറയിൽ അവനെ ചെറുതാക്കപ്പെടുകയാണ്. നല്ല പള്ളിക്കല്ല കൊടുക്കുമ്പോ വലിച്ചു കൊടുക്കാൻ പറ്റണം. ഇതിങ്ങനെ അടിക്ക് തപ്പിയിട്ട് കെട്ടുണ്ട്, 500 ഉണ്ട്, 200 ഉണ്ട്, 100 ഉണ്ട്, 50 ഉണ്ട്, 10 ഉണ്ടാന്ന്, ചില്ലറ ഉണ്ടാന്ന് അല്ലേ. അങ്ങനെ ചെയ്യരുത്. ഞാൻ ഒരു സ്ഥലത്ത് കണ്ടിട്ടുണ്ട്, 10 ഉറുപ്പ്യ ഇട്ടിട്ട് 40 ഉറുപ്പ്യ റിട്ടേൺ എടുത്തിന് മുസല്ലക്ക്. ഇഷ്ടത്ര 10 ഉറുപ്പ്യ റിട്ടേൺ, 40 ഉറുപ്പ്യ, 30 ഉറുപ്പ്യ ലാഭം. കച്ചവടം, ഇത് ബിസിനസ്. മുസല്ലേന്ന് പൈസ കക്കുന്ന കള്ളന്മാർ അങ്ങനത്തെ എല്ലാം ഉണ്ട്. പള്ളിന്ന് ചെരുപ്പ് കക്കുന്നോറും അല്ലേ. ഉംറക്ക് പോയിട്ട് ഉംറാന്റെ അടുത്ത് നോക്കുമ്പോ അവിടെ ചെരുപ്പ് കക്കുന്നോറേല് കുറച്ചാൾ ഞാൻ അറിയുന്ന ആളെല്ലാം വലിച്ചു ഇട്ടോണ്ടു. ഏതു സമാവില്ല. അപ്പൊ ഞാൻ തിരിച്ചിതോടെ വെച്ചിന്. ഞാൻ കേട്ട നിങ്ങൾ എവിടെ വെച്ചിരെ? ഞങ്ങ അപ്പർ സൈഡിൽ പറയുമ്പോ അവിടെ വെച്ചിരെ. അപ്പൊ ഇത് വേറെ വെച്ച വേറെ വേണം, അത് എടുത്ത പോട്ടു. ഇത് ഇവിടെ അട്ടിക്ക് വെച്ചാൽ വലിച്ചിട്ട് ഗേറ്റിനോട് ഇട്ട് ഇട്ടോണ്ടോറും. സുബൈക്ക് അവനക്ക് നല്ല ഫേറ കണ്ട ചെരുപ്പ് കിട്ടീനി. ഇപ്പൊ നല്ലത് ഏതും ഇല്ല. ഏത് നോക്കുമ്പോൾ ആ 10 ഉറുപ്പ്യന്റെ ആ ബാറിന്റെ ചെരുപ്പ് മാത്രമുള്ള വൈറ്റ് ചെരുപ്പ്. ഹറമിൽ നിന്ന് കട്ടാൽ കുറ്റം കൂടുതലാണ്. ഒക്കെ ശ്രദ്ധിക്കണം. കളവ് നടത്തരുത്, തെറ്റുകളിൽ അകപ്പെടരുത്. വതആവനൂ അലൽ ബിർരി വത്തഖ്വാ വലാ തആവനൂ അലൽ ഇസ്മി വൽ ഉദ്വാൻ. നല്ലതിനെ സഹായിക്കുക. ക്രിക്കറ്റിന് കൊടുക്കരുത്, ഫുട്ബോളിന് കൊടുക്കരുത്, ടൂർണമെന്റുകൾക്ക് കൊടുക്കരുത്, ഹറാമുകൾക്ക് കൊടുക്കരുത്, തെറ്റുകൾക്ക് കൊടുക്കരുത്. ഉസ്താദന്മാർക്ക് കൊടുത്തോ, മിസ്കീന്മാർക്ക് കൊടുത്തോ, പാവപ്പെട്ടവർക്ക് കൊടുത്തോ, പള്ളിക്ക് കൊടുത്തോ, മദ്രസക്ക് കൊടുത്തോ, ദർസിന് കൊടുത്തോ. ഇങ്ങനെ നന്മയുടെ വഴിയിൽ നിങ്ങൾ ചെലവഴിച്ച നിങ്ങൾക്ക് ദ്വാരക്കാൻ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുണ്ട്. അതുകൊണ്ട് നല്ലോണം കൊടുത്തോളിൻ. അല്ലാഹു റഹ്മത്തും ബറക്കത്തും ചെയ്യട്ടെ. മക്കളെ നല്ല വഴിയിൽ വളർത്തണം. 7th-ലും 5th-ലൊക്കെ പഠിക്കുന്ന മക്കള് പോലും ഇന്ന് ലഹരിയുടെ മക്കളാണ്, ഇന്ന് ഡ്രഗ്സിന്റെ ഉടമകളാണ്. മക്കൾ അറിയാതെ ലഹരിയിൽ പെട്ടുപോകുന്നുണ്ട്. നല്ലോണം ശ്രദ്ധിക്കണം. മക്കൾക്ക് അദബ് പഠിപ്പിച്ചു കൊടുക്കണം. എങ്ങനെ ഉമ്മയും അബ്ബയും ദാ ഉസ്താദ് രംഗ യാറധിക പ്രസംഗം എന്തുന്ന് മക്കളെ മുന്നിൽ വെച്ച് പറയുമ്പോ മക്ക കൊന്തയ്ത്ത് നിങ്ങൾക്ക് വലിയ വാല്യൂ ഇല്ല ആവരുത്. ഉസ്താദന്മാർക്ക് നിങ്ങളുടെ റെസ്പെക്ട് കൊടുത്താൽ നിങ്ങൾ വയസ്സാകുമ്പോ നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് റെസ്പെക്ട് തരും. അങ്ങനെയാണ്. എങ്ങനെ? അത് കടമാണ്. കടം കൊടുക്കണം. ആർക്ക് കൊടുക്കണം? ഉസ്താദന്മാർക്ക്, മക്കളെ പഠിപ്പിക്കുന്നവർക്ക് റെസ്പെക്ട് കൊടുക്കുക, അവരെ ബഹുമാനിക്കാൻ പറഞ്ഞു കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്താൽ വലിയ കാര്യമാണ്, വലിയ സന്തോഷമാണ്. ഇത് നമ്മൾ തന്നെ പഠിപ്പിക്കുന്ന. എങ്ങനെ? ഉസ്താദ് ഇട്ട ചൊല്ലു അജ്ജിക്ക് സീരിയസ് ചൊല്ലും. വടക്ക് പോയില്ല മാനസ ഗീണസ ഇല്ല വീഗലാണ്ട് ഇപ്പുറത്തല്ല കണ്ണൂർ വിസ്മയാക്കല്ല പോയിട്ട് ഉസ്താദ് ഫാത്തി ഓതിട്ട് ഇത് വരുന്നു. പഠിച്ചോണേ ഉണ്ടാതില്ല, അജ്ജിക്ക് ഉഷാറില്ല, സീരിയസ് ഉണ്ടു. അജ്ജി മരിച്ചിട്ട് മണ്ണായിട്ട് പോയിട്ട് തേങ്ങ പിണ്ണാക്കായിട്ടായി എല്ലാം പോന്നത്ര പോയിട്ടായി. അജ്ജി ഓടുന്നു, അജ്ജി വേണ്ട. ഇതാര് ചെലിട്ട് കൊടുക്കുന്നേ? ഈ ഉസ്താദുമാർക്ക് ഇതെന്ത് കൊന്തില്ലാണ്ടല്ല. ഉസ്താദുമാർ മക്കളെ മെല്ലെ വിളിച്ചിട്ട് മോണു നേര് ചൊല്ലി എവിടെ പോയിട്ട് ഉസ്താദ് ഉമ്മ ചൊന്നൊരു ചൊല്ലണ്ടാണ് ഞങ്ങളുടെ കണ്ട് ചുത്ത പോയിട്ട് ഇങ്ങനെ ഇതാ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. പിന്നെ വന്നിട്ട് ഉസ്താദ് എന്തു കേട്ടാ നീ എന്തിനു ചൊന്നരല്ല അജ്ജി കുസാറില്ലാണ്ട് പോ. പിന്നെ തമാസ അജ്ജിക്കല്ല, അജ്ജിന്റെ മോക്കന്നെ ഉസാറില്ലാതെയായി. അങ്ങനെയാണ്. രോഗം നമ്മൾ വിളിച്ചു വരുത്തുകയാണ്. രോഗം പറയുന്ന പെണ്ണ് കുടുംബത്തിൽ ബറക്കത്തില്ലാത്ത പെണ്ണാണെന്നാണ്. ഏതുമാകട്ടെ മക്കൾക്ക് നല്ലത് പഠിപ്പിച്ചു കൊടുക്കുക. മഹാന്മാരെല്ലാം കളവ് പറയല്ല എന്നും ചെന്നാരെ കള്ളന്റെ കയ്യിൽ പൊന്ന് കൊടുത്തോവർ. മുഹീദ്ദീൻ ശൈഖ് അങ്ങനെയല്ലേ? കള്ളന്റെ കയ്യിൽ പൊന്ന് കൊടുത്തു. ഉമ്മ പറഞ്ഞു മോനെ നീ കളവ് പറയണ്ട. ആ മോനാണ് പിന്നെ ഖുത്ബുൽ അക്താബായത്. ഉമ്മാന്റെ നിയന്ത്രണമാണ്.
നീ അങ്ങനെ കേട്ടെങ്കിൽ അങ്ങനെ ചൊല്ലണു, ഇങ്ങനെ ചൊല്ലണു, അപ്പട്ട ചൊല്ലണ്ട, ഞങ്ങൾ എവിടെയുള്ള പോയിട്ട് ചൊല്ലണ്ട, ഞങ്ങൾ സീത പോയിട്ട് സീത വന്നിട്ട് ചൊല്ലണു. ഇങ്ങനെ കളവ് പഠിപ്പിച്ചു കൊടുക്കുന്ന മക്കള് ഉമ്മാക്കും ഉപ്പാക്കും ഉപകാരപ്പെടാത്ത മക്കളാവുകയാണ്. മക്കള് വേണം. ഉമ്മാക്ക് ദ്വാരക്കിട മോണു, ഉമ്മക്ക് അപ്പക്ക് ദ്വാരക്കിട പോലത്തൊരു മോണു. അങ്ങനത്തെ ഒരു മോനാ വേണ്ടത്. സ്വാലിഹായ മോന്, ഉമ്മാക്ക് ദ്വാരക്കുന്ന മോന്, ഉപ്പാക്ക് ദ്വാരക്കുന്ന മോൻ അല്ലേ? ഉമ്മാനെ ഉപ്പാനെ ഒക്കെ ആദരിക്കുന്ന ആ രൂപത്തിൽ നമ്മളൊക്കെ അവർക്ക് സംസ്കാരം പഠിപ്പിച്ചു കൊടുക്കണം. ഇത് മക്ക കേട്ടതെല്ലാം കൊടുത്തിട്ടു ഓനോന്റെ മക്കൾക്ക് വേണ്ടതെല്ലാം കൊടുത്ത് മക്കളെ വഴിതെറ്റിക്കരുത്. അതിന് ഉമ്മ ഉപ്പയും കാരണമാണ്. ഹട്ട ഉസ്താദെ മക്ക ഹട്ടപുടുള്ള ഉസ്താദെ മക്ക ഹട്ട, ഒരു ഹട്ടവും ഇല്ല, ഒരു സൈത്താനും ഇല്ല, ഒരു റുഹാനും ഇല്ല. ഇതെല്ലാം മക്കള് മൊബൈലിന് വേണ്ടി, അവരുടെ ആവശ്യത്തിന് വേണ്ടി. ഇന്ന് പലതും അങ്ങനെയാണ്. പല സ്ഥലത്തും ബയലുണ്ട്. ഒരു ഗಂಟೆ ആകുമ്പ ഒരു പെണ്ണു മോൾക്ക് സൈത്താന് 2 വർഷമായിട്ട് സൈത്താന് കൂടിയിട്ട് ഒരു ടൈം ഫിക്സ് ടൈം ഉണ്ട്. ഈ ടൈം ആകുമ്പോ ഈ മോള് ഒറ്റ കൂക്കള്. എവിടുന്ന് ഉസ്താദിനെ വിളിപ്പാട്ടി എങ്ങോ, ഉസ്താദ് ജന്തുർവാന്റെ ഉപദ്രവം ഉണ്ട്, എങ്ങനെ ഇസ്മാക്കി എങ്ങോ. ലാസ്റ്റ് നമ്മളായി ബന്ധപ്പെട്ട ഒരു ഉസ്താദെ പോയിട്ടല്ല വിഷയല്ല പറഞ്ഞിട്ട് ഐഡിയ എല്ലാം ചെല്ലിട്ട് കൊടുത്തു. ലാസ്റ്റ് നോക്കുമ്പോ അയാള് ചൊന്ത് കൊടുത്തുള്ളൂ, ഇതാ നീ സമാ ചൊല്ലണു, നാണിപ്പോ ഇസ്മാക്കി എങ്ങ് നിക്കാൻ എന്തെങ്കിലും ലവ് ഇന്നെങ്കിൽ അതിന്നെങ്കിൽ എല്ലാം പൊട്ടി പാളിസാവിടും എന്തെങ്കിൽ ഇന്നെങ്കിൽ ഇപ്പമേ ചൊല്ലു നാദര സമാക്കി തണ്ടേ. അപ്പോൾ ചൊല്ലണം നിങ്ങൾ അപ്പട്ട ചൊല്ലോ തീര ഇല്ല, അപ്പട്ട ചൊല്ലല്ല, പിന്നെ നമുക്ക് ഇങ്ങനെ അർത്ഥം ഉണ്ടു, അതിലൊന്ന് നിങ്ങൾ സമാക്കി തരണോ ഒക്കെ. അപ്പൊ നിന്റെ ഇതെന്തര ഇത് സൈത്താണ്ട് എന്തില്ലോ നാ പെരുത്താക്കട് 2 വർഷമായിട്ട് 7 വെച്ചിട്ട് എണിക്കരുന്നു കൂക്കോ. എങ്ങനെ 7 വെച്ചിട്ട് എണിക്കുന്നത് ഒരു ഗಂಟೆ കൂക്കോണ്ട്. ഈ ഉമ്മ അബ്ബല ജാവടി ദർഗക്ക് വിളിച്ച പോയിട്ട് അവിടെ വിളിച്ച പോയിട്ട് ഇസ്മാക്കിയിട്ട് കഴുത്ത് പിടിച്ചിട്ട് മുടി പിടിച്ചിട്ട് വലിച്ചിട്ട് ഫോണിലെ എവിടേക്ക് പോണ്ടേ? ഓണ്ടോട്ട് കടത്തിയോ പോണ്ടേ, പിന്നെ എവിടെ പോണ്ടേ അല്ലേ? ഓണ്ടേക്ക് കടത്താത്തതല്ല ഇത്ര സമസ്യ. ഇങ്ങനത്തെ എല്ലാ അവസ്ഥകളാണ് മക്കള്. രോഗം അഭിനയിക്കുന്ന മക്കള്, നാണിപ്പ ജീമെടുക്കുക ലായിക്കുക പിടിക്കുക എന്നെല്ലാം ചെല്ലുന്ന മക്കള്. ചില ആള് ചെല്ലിയിട്ട് ലായിച്ചു പോകുന്നു. ഓൺലൈൻ ഗെയിമിൽ പോലും മക്കള് സുസൈഡ് ചെയ്യുകയാണ്, ജീവൻ ഒടുക്കുകയാണ്. അങ്ങനെയുള്ള മക്കളുള്ള കാലമാണ്. അതുകൊണ്ട് നമുക്ക് വേണ്ടത് സ്വാലിഹീങ്ങളായ മക്കളാണ്. നമുക്ക് വേണ്ടത് ഉപകാരപ്പെടുന്ന മക്കളാണ്. നമുക്ക് വേണ്ടത് ഖബറിൽ വന്ന് യാസീനോതുന്ന മക്കളാണ്. ഇതെങ്ങനെ ഗൾഫുടെ വന്നോണ്ട് മയ്യത്ത് നിസ്കരിച്ചിട്ട് ചങ്ങായി ഫ്രണ്ട്സിരങ്ങളിട്ട് കേട്ടോല്ല എങ്ങനെ ഉണ്ടു മയ്യത്ത് നിസ്കാരം. പിന്നെ ഈ രൂപത്തിലാണ് വന്നിട്ട് മയ്യത്തിനെ പിടിച്ചിട്ട് ബുൾപുട്ടിട്ടു. പിന്നോട് കേക്കിടോള് എങ്ങനായിട്ട് നാൾക്ക് ബുൾപുട്ടതല്ല സമായിടാൻ. ബുൾപുടുമ്പോ ചിരിക്കുമ്പല്ല കണ്ണാടി നോക്കാനുണ്ട ഇല്ലല്ലോ അല്ലെ? കരയുമ്പോ കണ്ണാടി നോക്കിയിട്ട് കരയലുണ്ടാ? ഇല്ല. ബുൾപുട്ടത് നല്ല ഇടാന്ന്, പാട്ട് നല്ല ഇടാന്ന് കേൾക്കലുണ്ട്, സ്പീച്ച് നല്ല ഇടാന്ന് കേൾക്കലുണ്ട്, ഫുഡ് നല്ല ഇടാന്ന്, ബുൾപുട്ട് നല്ല ഇടാന്ന് കേൾക്കുന്ന കാലമാണ്. അങ്ങനത്തെ മക്കളല്ല വേണ്ടത്. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ പോലെ, ഷാഫി ഇമാമിനെ പോലെ, ഹനഫി ഇമാമിനെ പോലെ അവരെ പോലെ ആകാൻ കഴിയില്ലെങ്കിലും അവരൊക്കെ നല്ലോണം വളർത്തിയെടുത്തത് ഉമ്മമാരാണ്. ഉമ്മാർക്ക് ടൈം ഉണ്ടാ റീൽസ്, ഉമ്മ സോഷ്യൽ മീഡിയയിലാണ് അല്ലെ? ഇപ്പൊ നമ്മളെ നാട്ടിലേക്ക് എത്തി കേരളത്തിൽ നിന്ന് വന്ന മുസീബത്ത് അല്ലെ? സബ്സ്ക്രൈബ് ആക്കിന അല്ലെ? ഫോളോപ്പ് ഉണ്ടാ, അതുണ്ടോ ഇതുണ്ടോ സമ്മാനമുണ്ടോ, എല്ലാ രൂപത്തിലും ഈ സമുദായത്തിനെ വഴിതെറ്റിക്കുന്ന ശ്രമങ്ങളാണ്. ഉമ്മ ഉപ്പാ നമുക്ക് വേണ്ടത് പണമുണ്ടാക്കുന്ന മക്കളല്ല, പൈസ മാത്രല്ല. ചില ഉമ്മാർക്ക് അങ്ങനെയുണ്ട്. കാസിന്ന മോണ്ടൊട്ടു യാറവിർസ, ഗാഡിയുള്ള മോണ്ടേൽ യാറവിർസ. പിന്നെ ഒർത്തപ്പാവത്തോണു മിസ്കീന്, നിസ്കാരമുണ്ടോ ഇബാദത്തുണ്ടോ, സ്വന്തം ഉമ്മക്ക് വാപ്പക്ക് സമേത ഇഷ്ടമില്ലാത്ത രൂപത്തിലുള്ള ഫാമിലി. അങ്ങനെയാവരുത്. മക്കളെല്ലാം നീതി കാണിക്കണം. നീതിലൂപൈന ഔലാദിക്കും, നിങ്ങളുടെ മക്കളുടെ ഇടയിൽ നിങ്ങൾ നീതിയുള്ളവരാകണം. പൊർത്തനിയാറ പൊർത്തനി കൊറോടി അല്ലെ? പൊർത്ത എന്താക്കില്ലെങ്കും പിന്നെ പെണ്ണു മക്കായെങ്കും ഒർത്തി അടിച്ചില്ലെങ്കും തോത്തില്ലെങ്കിലും കൽകില്ലെങ്കിലും കംപ്ലൈന്റ് ഇല്ല. പിന്നൊർത്തി എത്ര കഷ്ടമെന്നെങ്കും അടിച്ചെങ്കും തോത്തിയെങ്കും പറച്ചലായ പറച്ചലല്ല ഉളുകെ
അങ്ങനെ ആകാനും പാടില്ല. മക്കൾക്ക് തോന്നരുത് ഒരേ ഒരു മോളുള്ളൂ, ആ മോളെ ഞാൻ കൗൺസിലിംഗ് ചെയ്തു. അന്യ സമുദായത്തിൽപ്പെട്ട ചെറുപ്പക്കാരന്റെ കൂടെ പ്രണയമാണ്. കൗൺസിലിംഗ് ചെയ്തിട്ട് അവളോട് ചോദിച്ചല്ല മോളെ എന്തേന്ന് ചോദിച്ചപ്പോ അപ്പ കുമ്മകായിട്ട് പെണ്ണായിട്ടുള്ളത് ഒരേ ഒരു മോളു. ആ മോള് ചൊന്നത് ഉസ്താദേ നന്റെ അപ്പ നന്റെ കേറാക്കില്ല, നന്റെ ഉമ്മക്ക് നണ്ടിട്ടു പിർസയില്ല. അങ്ങനെയാണ് മക്കൾ പിരിസം കൊതിക്കുന്ന, ടച്ച് കൊതിക്കുന്ന, ചുംബനം കൊതിക്കുന്ന, തലോടൽ കൊതിക്കുന്ന, പോസിറ്റീവ് എനർജി ഉണ്ടാക്കുന്ന പാസ് മാഷാ അല്ലാഹ് വെരി ഗുഡ് എന്ന് പറയുന്ന കിട്ടിയ മാർക്കിന് വെരി ഗുഡ് പറയാൻ കഴിയണം. ഉള്ള ടാലന്റിനെ പ്രകീർത്തിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഉമ്മയാണ് മക്കൾക്ക് ആവശ്യം. റീൽസിൽ അവർ കാണുന്നത് താലോലിക്കുന്ന ഉമ്മയാണ്, കെട്ടിപ്പിടിക്കുന്ന ഉമ്മയാണ്, മുത്തം വെക്കുന്ന ഉപ്പയാണ്. അതാണ് ഇന്നത്തെ മക്കളുടെ മൈൻഡ് സെറ്റ്. അങ്ങനെയാണ് മക്കളെ അടുപ്പിച്ചിരുത്തുക, ഒന്നിച്ചിരുന്ന് ഭക്ഷണം ഒട്ടുകുതച്ചിട്ട് ഇന്നലെ പോലത്തെ സമ്പ്രദായ ഉമ്മ ബാപ്പ പെഞ്ഞായി മക്ക എല്ലാരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ചാൽ എല്ലാം ഒട്ടുകുതച്ചിട്ട് തിന്നര സമ്പ്രദായ സ്റ്റാർട്ടാക്കിയുണ്ട് കണ്ടെങ്കിൽ നിങ്ങളെ കുടുംബത്തിൽ പിന്നെ ബറക്കത്താണ്, റഹ്മത്താണ്. അല്ലാഹു ബറക്കത്താക്കട്ടെ. പെഞ്ഞായി മക്കളൊട്ടുകല്ല തെച്ചിട്ട് ഫുഡാക്കിറങ്ങാറ് നോക്കാൻ കൈ പെഞ്ഞായി മക്ക ഒരാള്, രണ്ടാള്, 3, 4, 5, 6, 7, 8, 9 സ്റ്റേജിൽ അൽഹംദുലില്ലാ പ്രസിഡന്റ് ഉണ്ട്. അല്ലാഹു ബർക്കത്താക്കട്ടെ. അന്ന് വരുമ്പോഴും ഇയാൾ എന്നെ പ്രസിഡന്റ് 10, 11 നോക്കാം. അല്ലാഹു ബർക്കത്താക്കട്ടെ. പെഞ്ഞായി മക്കളൊട്ട് ചിലപ്പോ ഇരിക്കും. ഉമ്മാനെയും ബാപ്പാനെയും ഇരുത്തണം, ഉമ്മാനെയും ബാപ്പാനെ ഇരുത്തണം. ഇരുത്തിയിട്ട് ചോറുണ്ടുമ്പോ മുണ്ടോ തീരാന്ന് എഴുത്തൊന്നുമില്ല. ചില അങ്ങനെ ചെന്ന് തിന്നുമ്പോ മുണ്ടോ തീരാന്ന് കിതാബിലുണ്ട്. മഹാന്മാരുടെ കഥ പറയാം. ചൊല്ലുമ്പോ ജാഗ്രത ആക്കണോ. തിന്നര ആഡ്ര മുള്ളു പിന്നൊത്തര മുസുണ്ട് ധരിക്കോ തീര. ചില ആള് മുണ്ടിയെങ്കിൽ അങ്ങനെ പച്ച 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 എന്നിട്ട് മുണ്ടിട്ട് ഈ ബത്തലടക്കല്ല തിന്നിട്ട് ഈ ബീഡി വലിച്ചോറെല്ലാം മുണ്ടുമ്പോ സ്മെല്ല് വരുന്നു. അപ്പുറം നിക്കൊരു എവിടെ പോകണ്ട നിക്കൊരു തന്നെ ബിസിയെ കേൾക്കോറുന്നു, ബിസിയെ കേൾക്കാം ഈ സ്മെല്ല് സഹിക്കുന്നവര്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ എന്താക്കുക, കൊച്ചു വിട്ട് നിൽക്കുക. ആൾക്കാരിൽ മുണ്ടുമ്പോ ചെറിയ ഡിസ്റ്റൻസ് അല്ലേ. ചില ആള് തുപ്പിയിട്ട് ഹമീസിനെല്ലാം മുണ്ടുമ്പോ തുപ്പിയിട്ടുണ്ടെങ്കിൽ അവരുടെ ഡിസൈന് പോലെ ചോപ്പ് ചോപ്പ്. അവരുത് അങ്ങനെയൊന്നും ആവരുത്. നല്ല വൃത്തിയോടെ ഭക്ഷണം കഴിക്കുമ്പോ മുണ്ടാം. ഇപ്പൊ ഞമ്മെന്തറിയാ മുണ്ടുന്നേ, ഇത് സുഗർഗ നല്ലല്ല, പച്ചങ്കായ തിണ്ടിട്ട് മറിച്ചിടവുള്ള, പിന്നെ പച്ചങ്കായ അള്ളവുല ബെസവുല, പിന്നെ സുറൂന്നല്ലേ എല്ലാം ഇരുന്നിട്ട് മാങ്ങ തിണ്ടെങ്കിൽ സുഗർഗാവില്ല, ഇത് തിണ്ടെങ്കിൽ വലിക്കര് എല്ലാം വലിക്കര്. മങ്ങിലത്തവിടെ പോയിട്ട് എത്ര മൈസൂർ പാക്കിന്നെങ്ങോ ഒരു സുഗറും ഇല്ല, വലിച്ച് 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 തിന്നിട്ട് ഔത്തുകെടുത്ത പറകുണ്ട് ഔത്തര ഓതി സീർണി. അങ്ങനെയാണ്. അങ്ങനെയൊന്നും നമ്മളാവരുത്. ആവശ്യമുള്ളത് കഴിക്കണം. ഭക്ഷണത്തിന് കുറ്റം പറയരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തആമങ്കത്ത് ഒരു ഫുഡിന്റെ സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ ഐബ് ചൊന്നിട്ടില്ല, കുറവ് ചൊന്നിട്ടില്ല. നമ്മളാ മൂക്കോല തിണ്ടിട്ട് തെല്ല് തെല്ല് ടേസ്റ്റ് ഇതുണ്ടോ എന്തിനുണ്ടോ അതുണ്ടോ ഇതുണ്ടോ ഉപ്പ് കുറവടി ഉണ്ടോ യാറ ഉണ്ടോ പറയരുത്. പ്രത്യേകിച്ചിട്ട് ഈ കഷ്ടത്തിൽ പെണ്ണുങ്ങൾ ഉണ്ടാക്കി തരുന്നതേ വലിയ ബിസയാ അല്ലേ. തന്നാൽ ഭാര്യമാരോട് മാഷാ അല്ലാഹ് ഇത് നീനെ ആക്കിരമാ എന്ത് നല്ല ടേസ്റ്റ്, നല്ല സുബൈക്ക് വേണ്ട എണ്ണാൽ പോട്ട് ഉറുസല തീന്ന്. എങ്ങനെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാ നിങ്ങൾക്ക് എത്ര നല്ല ഫുഡ് ഉണ്ടാക്കാനും നിങ്ങളുടെ ഭാര്യക്ക് മടിയില്ല. നക്ക് പർത്തര എടുത്ത പറയാണ്ടല്ല, ടിക്ക കൊണ്ടറാണ്ടല്ല, അൽഫാമ് വേണം, എന്ത് വേണെങ്കും തറ. ആ എങ്ങും നിന്റെ കയ്യിലെ ഫുഡിന്റെ ഒരു ബർക്കത്ത് ഒരു ടേസ്റ്റ് നക്കത് എവിടെ പോയിട്ട് നക്കതാവില്ല, സമമേ ആവില്ല. തിന്നനെ പല്ല് തല കുത്തിരി തുപ്പിട്ട് ക്ലീൻ ആക്കിയിട്ട് പറഞ്ഞു മാത്രം ഹോട്ടലിൽ തിന്നത്. ഏത് രൂപത്തിലാണെങ്കിലും അവരെ സന്തോഷിക്കുന്ന രൂപത്തിലാകണം. ഏതുമാകട്ടെ മക്കളെ നല്ലോണം സൂക്ഷിക്കണം. സോഷ്യൽ മീഡിയയിലൂടെ ഓൺലൈനിലൂടെ പ്രേമത്തിലൂടെ മക്കൾ ജീവനൊടുക്കുന്നു, സുസൈഡ് ചെയ്യുന്നു. മക്കളെ കണക്കിനെ കാട്ടിയാറത അഞ്ഞ പോയിരണ്ട ഡസ്റ്റ് അലർജി ആവൂടു, ഇഞ്ഞ പോണ്ട ജാരി പോടു. അങ്ങനെയൊന്നുമല്ല. മക്കള് മണ്ണിൽ കളിക്കണം. ട്രീറ്റ്മെന്റ് ഉണ്ട്. ഇന്ന് മണ്ണിൽ പരത്തിയിട്ടുള്ള ഒരു ദിവസത്തിന്റെ ട്രീറ്റ്മെന്റിന് 25,000 25,000 ഉറുപ്പിയാണ്. എന്തിന്? മണ്ണ് പരത്തിയിട്ട് പ്രായത്ത് ഞങ്ങളെ മണ്ണ് പോലത്തെ ഒരു മണ്ണ് അത് പിടിച്ചിട്ട് തേച്ചിട്ട് തെറാപ്പി ആക്കിയിട്ട് 25,000 ഉറുപ്പ്യ മക്ക മണ്ണിൽ കളിക്കണോ, ധൂളിൽ കളിക്കണോ.
കളിക്കണോ, പൊയ്യല് കളിക്കണോ, അത്ര തണ്ണിയില് കളിക്കുമ്പോ ഉമ്മ അബ്ബ അവിടെ വേണു അല്ലെ? അങ്ങനെയുണ്ടോ? തണ്ണിയില് കളിക്കണ്ടെന്നല്ല, നീന്തൽ പഠിക്കൽ സുന്നത്താണ്, മക്കൾക്ക് പഠിപ്പിക്കൽ ഖൈറാണ്. ആണിക്കും പെണ്ണിനൊക്കെ പബ്ലിക് ആയിട്ടല്ലാതെ പെണ്ണുമക്കൾക്കൊക്കെ നീന്താൻ പഠിപ്പിക്കാം, അതൊക്കെ നല്ലതാണ്. പക്ഷേ വെള്ളത്തിൽ കളിക്കാൻ പോകുമ്പോ വെള്ളത്തിൽ കൂടിയിരിക്കുന്ന ചില ശൈത്താന്മാരുണ്ട്. ഈ ശൈത്താൻ പിടിച്ച് വലിച്ചു കളയും. ശൈത്താന്മാർ പാർക്കുന്ന ചില സ്ഥലമുണ്ട്. ഒരു ശൈത്താന്മാർക്ക് ഒരു ടോയ്ലറ്റിൽ പോയിട്ട് യാറെ തെക്കോകോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഞങ്ങളെ ഓണ് ചങ്ങായിപ്പാടാക്കിറാണ്ടർത്ഥ. ചില ആൾക്കെല്ലാം ടോയ്ലറ്റ് പോയെങ്കിൽ ബറൊക്കെ നനപ്പിക്കില്ല, പിന്നോർത്ത വന്നിട്ട് വായിൽ മുട്ടണു, അപ്പൊ തണ്ണി പുട്ടെത്ര സ്റ്റാർട്ട് ആക്കിടത്തരമാണ്. അത്ര നേരം മൊബൈലിൽ അങ്ങനെ ആവരുത്. ബാത്റൂമിൽ നിന്ന് പെട്ടെന്ന് വരണം, ടോയ്ലറ്റിൽ നിന്ന് പെട്ടെന്ന് വരണം. അങ്ങാടി ടൗണ് അവിടെ കട്ടേന്നൊക്കെ പെട്ടെന്ന് വരണം. പള്ളിയിൽ നിന്ന് അർജന്റിൽ വരാൻ പാടില്ല അല്ലെ? നല്ല സ്ഥലത്ത് കുറെ ഇരിക്കുകയും അല്ലാത്ത സ്ഥലത്ത് പെട്ടെന്ന് വരികയും വേണം. ശൈത്താനിരിക്കുന്ന സ്ഥലം നഖം, ഉഗുർ വളർത്തുതീറ. ഉഗുർ നഖം വളർത്തിയാൽ അതിൽ ശൈത്താനിരിക്കുന്നു. അങ്ങനെ പലതുമുണ്ട്. വസ്ത്രങ്ങൾ കൂട്ടിയിടാൻ പാടില്ല, ശൈത്താൻ അതിലിരിക്കുന്നു. പാത്രങ്ങൾ തുറന്നു വെക്കാൻ പാടില്ല, അതിൽ ശൈത്താൻ മൂത്രമൊടിക്കുന്നു. സുബഹി കഴിഞ്ഞിട്ടും ഉറങ്ങുമ്പോ അവന്റെ രണ്ട് ചെവിയിൽ ശൈത്താൻ മൂത്രമൊടിക്കുന്നു. മുഅ്മിനീങ്ങളെ, മക്കളെ നല്ല വഴിയിൽ വളർത്തുക. മറ്റൊന്ന്, മക്കൾക്ക് നല്ല ഇൽമു പഠിപ്പിച്ചു കൊടുക്കുക. എഡ്യൂക്കേഷന്റെ പേര് പറഞ്ഞ് MBBS ഹുസൈഡ് ചെയ്യുമ്പോ, MD-കാർത്തി മറ്റുള്ളവന്റെ കൂടെ ഒളിച്ചോടുമ്പോ തിരിച്ചറിവുണ്ടാകുന്ന വിദ്യാഭ്യാസമാണ് കൊടുക്കേണ്ടത്. തിരിച്ചറിവുണ്ടാകണം. നമ്മളെ മക്കൾക്ക് ആരാണ് ഉമ്മ എന്താണ്, ബാപ്പ എന്താണ്, ആങ്ങളെ എന്താണ്, പെങ്ങളെന്താണ്, ഇതൊക്കെ അറിയുന്ന രൂപത്തിലുള്ള എഡ്യൂക്കേഷനാണ് മക്കൾക്ക് വേണ്ടത്. അങ്ങനെ മക്കളെ വളർത്തണം. പിന്നെ നമ്മൾ കല്യാണം കഴിക്കാത്തവർ കഴിവിന്റെ പരമാവധി സാലിഹത്തായ പെണ്ണിന് വേണ്ടി ദ്വാരക്കുക. കെട്ടിയവർ കിട്ടിയ പെണ്ണ്, കിട്ടിയ ഭർത്താവ് സാലിഹായ മനുഷ്യനാകാൻ ദ്വാരക്ക. അല്ലാതെ നിങ്ങൾ അവന്റെ നോക്കോറു, നിങ്ങൾ ചങ്ങായിടെ നോക്കോറു, അവനോടേക്ക് വിളിച്ചു പോയിടാ, അവനത് ഗിഫ്റ്റ് കൊടുത്തു അല്ലേ? നിങ്ങൾ എത്ര വലിയ ഗിഫ്റ്റ് വേണമെങ്കിലും കൊടുക്കി സ്റ്റേറ്റസിലൂടെ വിടണ്ട. നിങ്ങളെ ചങ്ങായിമാരെ പെഞ്ഞായിമാർ ഇത് നോക്കിയിട്ട് അവനത് കൊടുത്തുറ, ഓൺ ഇത് കൊടുത്തുറ, ഉറക്കുണ്ട അല്ലെ? ഗിഫ്റ്റ് ലക്ഷക്കട്ടല കടായെങ്കോ ഓർക്ക് ഗിഫ്റ്റ് വേണോ, ആണിക്കും വേണോ പെണ്ണിനും വേണോ, അങ്ങനെ വേണ്ട. ഏറ്റവും വലിയ ഗിഫ്റ്റാണ് മുഅ്മിന്റെ ദുആയാണ് ഏറ്റവും വലിയ. ഒരു ഭാര്യക്ക് ഭർത്താവിന്റെ ദുആയെ കാട്ടി വലിയ ഗിഫ്റ്റ് ഇല്ല. ഒരു പെണ്ണ് അയ്യുമംറഅത്തിൻ മാതത് വസൗജുഹാ അന്നാറാൽ ദഖലത്തിൽ ജന്നാ, ഭർത്താവിന്റെ പൊരുത്തുള്ളൊരു പെണ്ണ് മരിച്ചു പോയാൽ അവക്ക് സ്വർഗമാണെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് രണ്ടാളും ഒരാളെ കാട്ടി മേലെ താഴെ എന്നുള്ള ഹുന്ന ലിബാസുൽ ലക്കും. നമ്മൾ പരസ്പരം അവർ നമ്മൾ അവരുടെ വിരിപ്പുകളാണ്, പുതപ്പുകളാണ്, അങ്ങനെയൊക്കെ പറയാം. അങ്ങനെ ഒരാള് തലയാണെങ്കിൽ മറ്റൊരാള് ഹാർട്ടാണ്, ശരീരമാണ്. അങ്ങനെ നമ്മൾ നാബല്ലിയെ നീച്ചെറി അങ്ങനെയൊന്നും ആക്കരുത്. പക്ഷേ ആണിനൊരു സ്ഥാനം കുറച്ച് കൂടുതലുണ്ട്, അത് പെണ്ണായവൾ വകവെച്ചു കൊടുക്കണം. നക്ക് കേൾക്കുകാളുണ്ടോ? ആ രൂപത്തിലൊന്നും ആകരുത്. ആണുങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ഭാര്യമാരോട് ഖിയാറുക്കും, നിങ്ങൾ ഏറ്റവും നല്ലവനാരാണ്? അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് എന്താണ്? ഏറ്റവും നല്ലവൻ അവനവന്റെ ഭാര്യയോട് നല്ല രൂപത്തിൽ പെരുമാറുന്നവനാരോ അവനാണ് നല്ലവൻ. പള്ളിയിൽ നല്ലോന് നല്ല, ജമാഅത്തിൽ വലിയ ഉപകാരത്തവണോ നല്ല, സോഷ്യൽ വർക്കർ നല്ല, ആചാറ് നല്ല, ഉസ്താദ് നല്ല, തങ്ങള് നല്ല. ഒരു മനുഷ്യൻ നല്ലവനാണോ ഓന്റെ പെഞ്ഞായികത്തോ ആവണോ നിന്റെ ഹസ്ബൻഡ് നല്ലോണോ അല്ലെ? നിന്റെ ഹസ്ബൻഡ് നല്ലോണോ എന്ന് ഏതൊരു ഭാര്യക്കാണ് തോന്നുന്നത്, അവനാണ് നിങ്ങളിൽ ഏറ്റവും ഖൈറായവനെന്ന് മുഹമ്മദ് മുസ്തഫ
നമ്മുടെ ഭാര്യമാർ, നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവർ, നമുക്ക് വേണ്ടി അധ്വാനിക്കുന്നവർ, നമ്മുടെ മക്കളെ പ്രസവിക്കുന്നവർ, നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ, നമുക്ക് വേണ്ടി സ്നേഹം തരുന്നവർ, നമുക്ക് വേണ്ടി എല്ലാം മാറ്റിവെച്ച് കട്ടക്ക് നമ്മുടെ കൂടെ നിൽക്കുന്നവർ നമ്മുടെ ഭാര്യമാർ. അവരെ നമ്മൾ സന്തോഷിപ്പിക്കണം. പെഞ്ഞായിമാർക്ക് സന്തോഷാകാന് വലിയ വലിയ ഡയമണ്ടും ഗോൾഡും ഇതൊന്നും ചിലപ്പോൾ ആവശ്യമില്ല. അവർക്ക് വേണ്ടത് എന്താണ്? വലിയ കാറും കൊട്ടാരവും അല്ല, അവർക്കതൊന്നുമല്ല വേണ്ടത്. അവളെ കേൾക്കുന്ന ഒരു ഹസ്ബൻഡ്, അവൾക്ക് പറയാൻ കുറച്ചുണ്ട്, അത് കേട്ടുകൊടുക്കുന്ന ഒരു ഹസ്ബൻഡ്, തലനൊമ്പല കൊറോടി ഉണ്ടാന്ന് ചോദിക്കുന്ന ഒരു ഹസ്ബൻഡ്, വയറ് നൊമ്പല റാഹത്തായിടാന്ന് കേൾക്കുന്ന ഒരാള്, ഡ്രസ് ഇട്ടപ്പ മാഷാ അല്ലാ നിന്റെ കണ്ടെങ്ക മങ്ങയിലായിട്ടാറ് ചൊല്ലല്ല മാഷാ അല്ലാ ഇങ്ങനെ പറയുന്ന ഒരു ഹസ്ബൻഡ് അല്ലേ? ഇത് കാണുമ്പോ നക്ക് തന്റെ മുസീബത്ത് ആ ബ്രോക്കറുള്ളല്ലേ ഓണു ഓണ്ട് പിടിച്ചിട്ട് കൊള്ളണു ഓണാക്കിരല്ല. അങ്ങനെയാവരുത്, അങ്ങനെയാവരുത്. പെണ്ണിന്റെ മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. പെണ്ണിനങ്ങനെ പൊതിക്കൊടുത്ത എന്തും അവർ ചെയ്ത് പാവങ്ങളാണ്. അവർ നല്ലത് പറയണം, അത്രേ ഉള്ളൂ. അവർക്ക് ഉറക്കൊഴിയുന്നതിൽ പ്രശ്നമില്ല, അവർക്ക് രോഗമുണ്ട് പ്രശ്നമില്ല. ഇതൊക്കെ കേൾക്കുന്നില്ല എന്നുള്ളൊരു പരാതിയാണ്. ഉസ്താദേ എന്നെ കെയർ ചെയ്യുന്നില്ല, എന്നെ കെയർ ചെയ്യുന്നില്ല. ഹസ്ബൻഡോട് കേട്ടെങ്കിൽ ഹസ്ബൻഡ് ഉസ്താദേ എന്റെ കെയർ ആക്കില്ല. രണ്ടു വിഷയം തന്നെ, രണ്ടും ഒരു വിഷയം തന്നെയാണ്. അങ്ങനെ ആവണ്ട, രണ്ടാളും കെയറാക്കിക്കോ. ഭാര്യ ഞാൻ പറഞ്ഞല്ല പോയെങ്കിൽ ഇപ്പൊ കിട്ടോക്കില്ല, മങ്ങിലാവാത്തങ്ങ പെണ്ണില്ല പറഞ്ഞല്ല, പെണ്ണില്ല ഉള്ള പെണ്ണല്ല. ഇൻസ്റ്റാഗ്രാമും ഗീത്ത കൊണ്ടുപോയിട്ടായിനി 18 വയസ്സരെ ചെറുക്കത്, 18 വയസ്സരെ പെണ്ണ് സെറ്റ്, അതെല്ലാം സെറ്റായി. 22 വയസ്സരോണും സെറ്റ്, 25 വയസ്സായവണും 30 വയസ്സായവണും പെണ്ണില്ല. ഈ അവസ്ഥയായി പോയി. ഏതുമാകട്ടെ ഉള്ള ഭാര്യമാരെ ചന്തത്തിൽ വെച്ചോളാൻ നോക്ക. അതിന് ഏറ്റവും വലിയ ഗിഫ്റ്റ് നമ്മുടെ നാവാണ്. നല്ല സഫായുള്ള പുറത്തെ കേക്കില്ല യാ റബ്ബെ ഊണ്ട് ആ റിക്ഷരവുണ്ട് ഔണ്ടൊട്ടുക അവള് പോയിടെ. അതും ഞങ്ങളോണല്ല പിന്നോർത്ത എന്തിനു നോക്കിയിട്ട് പോയിടെ മാന്ത എന്നും നോക്കിയിട്ട് പോയിടല്ല. ഒരു പെണ്ണിനോട് ചോദിക്കുമ്പോ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറുടെ കൂടെ, അതും മന്യമതത്തിൽപ്പെട്ടവന്റെ കൂടെ പ്രണയത്തിലായ പെണ്ണിനോട് ചോദിക്കുമ്പോ എന്നോട് നേരിട്ടവൾ പറഞ്ഞതാണ്, ഉസ്താദേ 2 കൊല്ലമായി ഇവൻ ചെയ്യുന്ന അത്ര കെയറിങ് നമ്മളെ കുടുംബത്തിൽപ്പെട്ട ഒരാളും എന്റെ ഉമ്മ സമേത കണ്ടിട്ടുക അത്ര പിരിസില്ലാനാണ്. എങ്ങനെ എന്റെ ഉമ്മാനെ കാട്ടി എന്നോട് പിരിസുണ്ട് എന്നാണ്. ഒരു പെണ്ണിന് വേണ്ടത് സ്നേഹമാണ്, സ്വർണമല്ല, ഡയമണ്ട് അല്ല, ഒന്നുമല്ല. അവർക്ക് സ്നേഹം കൊടുക്കുക. ഉമ്മ നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവ്, നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഭർത്താവ്, വീടുണ്ടാക്കാൻ കഷ്ടപ്പെടുന്ന ഭർത്താവ്, മക്കളെ സ്കൂൾ ഫീസ് അടക്കാൻ കഷ്ടപ്പെടുന്ന ഭർത്താവ്, കച്ചവടത്തിൽ നഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന ഭർത്താവ്, ഈ ഭർത്താവിന്റെ മനസ്സ് നിങ്ങൾ നൊമ്പലമാക്കിയ അല്ലാഹു നിങ്ങളെ വെറുതെ വിടൂല. നിങ്ങളുടെ ഭർത്താവ് നിങ്ങൾക്ക് വേണ്ടി രാവിലെ ഡ്യൂട്ടിക്ക് പോകുന്നില്ലേ, കച്ചവടത്തിന് പോകുന്നില്ലേ, എത്ര ടർണറുകളാണ്, ടെൻഷനുകളാണ്, ബേജാറുകളാണ്, ബുദ്ധിമുട്ടുകളാണ്. ഈ ഹസ്ബൻഡായ മനുഷ്യൻ, ഈ ഭർത്താവായ മനുഷ്യൻ ജീവൻ പണയം വെച്ച് മക്കൾക്ക് വേണ്ടി, ഉമ്മാക്ക് വേണ്ടി, ഭാര്യക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുമ്പോ ഉമ്മാ നിങ്ങളെ തലനൊമ്പല കേക്കൂ. അങ്ങനെ ഓർമ്മയില്ലാണ്ടല്ല, അങ്ങനെ ടെൻഷനിലത് മറന്നിട്ടിക്കോ ഉമ്മയ്യാവൂ. നിങ്ങളെ ഡേറ്റ് ഓഫ് ബർത്ത് അങ്ങനെ മറന്നിട്ടിക്കോ ഉമ്മയ്യാവൂ. അതല്ലേ ഞങ്ങളെ മങ്ങലത്തെ വാർഷിക അത് സമയത്ത് അനുസരിച്ച സമയത്ത് നിങ്ങൾക്ക് ഓർമ്മയില്ലല്ലേ? നിങ്ങൾ എന്ത് പുതിയ അമ്പിളെ നക്കിത് വേണ്ടാന്ന് വിട്ടുപോണ്ട. നിങ്ങൾക്ക് വേണ്ടിയിട്ടവർ അത് മറന്നുപോയി അല്ലേ? എന്തില്ലെങ്കിൽ റിമൈൻഡർ മൊബൈൽ ഇട്ട് വെച്ചോളില്ല, വരുന്ന നോക്കിയിട്ട് പുറത്തിരിക്കുമ്പോ എപ്പാ ഇതല്ല ഒന്നാലും മുന്നാലും 7:30 പോലെ സെറ്റാക്കിട്ട് വെക്കും. പിന്നെ എന്താക്കല്? നമ്മക്കതെന്ത് ഓർമ്മയില്ല. അപ്പോഴാണ് ആരോ 10th പഠിച്ച ഒരുത്തന് അല്ലെ ഹാപ്പി ബർത്ത്ഡേ മെസ്സേജ് അയക്കുമ്പോ ഓക്കൊരു സന്തോഷം. ഓണ്ടാട്ടി ഓണായങ്ങാവത്തല്ലേ, നക്കൊരു ഹാപ്പി ബർത്ത്ഡേ ചൊല്ലുക ആളില്ലല്ലേ, നക്ക് വിഷാക്കുക ആളില്ലല്ലേ, നക്ക് സ്റ്റിക്കർ കടത്തുക ആളില്ലല്ലേ, നക്ക് ഫോട്ടോത്തുകൾ ലൈക്ക് അടിക്കുക ആളില്ലല്ലേ. അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നത്തിൽ ാണ്. പെണ്ണിന്റെ പ്രശ്നം കോടികളുടേതല്ല, കടത്തിന്റെ പ്രശ്നം അവർക്കില്ല, മറ്റേതും പ്രശ്നമല്ല. അവർക്ക് സ്നേഹമാണ്, സ്നേഹമാണ്, സ്നേഹമാണ്. ഭൂരിപക്ഷവും അവർക്ക് കിട്ടേണ്ടത് സ്നേഹമാണ്. ഉമ്മ
നിങ്ങളുടെ ഭർത്താവ് കഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയാണ്, വീട് കെട്ടാൻ വേണ്ടിയാണ്, കാറ് വാങ്ങാൻ വേണ്ടിയാണ്, മക്കളുടെ എഡ്യൂക്കേഷന് വേണ്ടിയാണ്. അവർക്ക് കച്ചവടത്തിൽ ഒരുപാട് പ്രശ്നമുണ്ട്, ജോബിന് ഒരുപാട് പരിഹാസ്യങ്ങളുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അതവർ നിങ്ങളെ അറിയിക്കുന്നില്ല. എന്തിന്? നിങ്ങളും ടെൻഷനാവണ്ട, നിങ്ങൾ സ്ട്രെസ്സിന് അടിമകളായി പോകണ്ട എന്ന് പറഞ്ഞിട്ട് അവരറിയിക്കാത്തതാണ്. അപ്പോ നിങ്ങൾ എന്ത് വിചാരിക്കും? എല്ലാരെ ഫോൺ എടുക്കാവൂടൂ, നന്റെ ഫോൺ മാത്രം നിങ്ങൾക്ക് എടുക്കാവൂലേ? ഓളെ ഫോൺ എടുത്തോണ്ടിരുന്നെങ്കിൽ മാണിയാക്കോ പുറത്തുണ്ടാ അല്ലേ? ഭാര്യ വിളിച്ചാൽ അപ്പലോ എമർജൻസി കോൾ എടുക്കുന്ന പോലെ എടുക്കണ്ടെന്നല്ലോ എടുക്കണം. പിന്നെ എപ്പോഴെടുക്കണം, എങ്ങനെ എടുക്കണം? മറ്റുള്ളവരുടെ എല്ലാവരുടേതും എടുക്കുന്ന പോലെ ഭാര്യയുടെ ഫോൺ എടുക്കാൻ കഴിഞ്ഞോളുന്നില്ല. ചില ആളല്ല പുലിമ്പ കണ്ടിപ്പോ മംഗലത്തിന്റെ അവിടെ നിക്കാഹ് കഴിഞ്ഞ് കുർസിലിരുന്നിട്ട് കണ്ടീഷൻ ഓത കൊണ്ടിപ്പ എങ്ങനെ പാർത്ത് കൂർവട്ടെ തന്റെ പിക്നിക് വിളിച്ചു പോണു. റെഡി. പിന്നെ നക്ക് ഒലിമായിട്ടരെ മുന്നോട്ട് ഔത്തുക എത്തണു. റെഡി. പിന്നെ നണ്ട ഔത്തുക ജണ്ട് വാർത്ത കോർക്ക 4 റജ വേണു. റെഡി. ഇങ്ങനെ ഇതെല്ലാം ചോദിക്കുകയാണ്. ഈ കണ്ടീഷനുകളൊക്കെ നീ റെഡിയാണോ? അപ്പൊ ഒരുത്തം പറഞ്ഞ് എന്ത് കേട്ടെങ്കിൽ ഞാൻ മംഗലത്തിന്റെ അന്ന് റെഡീനെ ചോട്ടേ ഇതിനോട് ബാധിയില്ല പോയിരുന്നാണ്. പിന്നെ വേണമെങ്കിൽ പിന്നെ വേണേ പോലെ ലാസ്റ്റ് നോക്കി അല്ലെ? അങ്ങനെ എത്ര ആയതുണ്ട്. മംഗലത്തിന്റെ പൗടക വിളിച്ച പോണ്ട് 3-6 ഔടക ഊടക ഹൈദരാബാദ് ഇതെല്ലാം ചൊന്നിട്ട് മംഗലായിട്ട് 2 വർഷമായിട്ട് എവിടെ മൈക്ക സിറ്റി സെന്റർക്ക് വിളിച്ച പോയിട്ടില്ല. എന്തുണ്ട് കേട്ടപ്പോ കട ഉണ്ട്, കട മഹർ അങ്ങനെ മഹർ 6 ഇടണോ, അവളെ മൂത്തോൾക്ക് 8 പോണിട്ട്, പിന്നെ ഒരുത്തേക്ക് 10-12 ഇട്ട് നീನು ഇടണോ, പിന്നെ വല്ലാങ്ങനെ ഒലിമ്പളാക്ക് കടാക്കി 8 പോണിട്ട് പിന്നെ എവിടേക്ക് മടിക്കേരിക ചിക്കമംഗളൂർ വിളിച്ച പോ കാസുണ്ടെങ്കിൽ കാസില്ലെങ്കിലും കടാക്കിട്ടെങ്കിൽ വിളിച്ച പോണു കിച്ച പെഞ്ഞായി ഒലിയോ അല്ലേ? അങ്ങനെയൊക്കെ രണ്ടാളും പരസ്പരം മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകണം. അങ്ങനെയാണ്. നോമ്പുടെ പെരുന്നാളുകൾ ഡ്രസ്സ് എടുത്തിട്ട് ഹജ്ജ് പെരുന്നാൾ അത് ഫല അത് ഇട്ടിട്ടായിട്ടില്ലാണ് സുഹൃത്തെ വയ്യക്ക്. ഒരു കുഴപ്പമില്ല. ഇട്ട ഡ്രസ്സ് ഇട്ടത് കൊണ്ട് വിരോധമുണ്ടോ? ഇല്ലല്ലോ. ഭർത്താവിന്റെ മനസ്സ് നോവിക്കുന്ന ഒരു പെണ്ണും സ്വർഗത്തിൽ പോകില്ല. കുടിക്കാൻ വേണ്ടി ഭാര്യയോട് ജ്യൂസ് ചോദിച്ചു. ഞാൻ നക്ക് തീര അല്ലെ അർസ വരുന്നെങ്കിൽ ഞാൻ തന്നല്ലേ, നിങ്ങ മറിച്ചെങ്ങും തറല്ലേ. എന്ത് പറഞ്ഞവള്? നിങ്ങ മറിച്ചങ്ങുന്നാൻ തറല്ലേ. ഈ മനുഷ്യൻ ആ സമയത്ത് ഇളനീര് ബൊണ്ടെടുക്കുക പോയിട്ട് അവിടെ വീണിട്ട മനുഷ്യൻ മരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, നഊദുബില്ലാഹ്. അവള് ചില വാക്കുണ്ട്, ചില സമയമുണ്ട്, ജാഗ്രതയാക്കണം. മുണ്ടുമ്പോണ്ടല്ലേ തമാശക്ക് പോലും നാം മറിച്ചങ്ങ് നിന്റെ മയ്യത്ത് നോക്കണ്ട, അങ്ങനെ പറയാൻ പാടില്ല. നീ ഹലാക്കായിട്ട് പോകുണ്ടു. ദേഷ്യം വന്നാ പോലും അങ്ങനെ പറഞ്ഞിരണ്ട. ചില സമയമുണ്ട്, ആ സമയത്തിന് ഉത്തരമുണ്ട്. മൂസാ നബിയുടെ ചരിത്രം പറയുന്നിടത്ത് എനിക്കും നിങ്ങൾക്കും ഈ കുഞ്ഞ് കൺകുളിർമയാകുമല്ലോ എന്ന് പറഞ്ഞപ്പോ ഫിർഔന് പറഞ്ഞു, എനിക്ക് വേണ്ട, നിനക്ക് വേണമെങ്കിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. ആ കുഞ്ഞാണ് മൂസാ നബി ആസിയാവുമ്മക്ക് ഉപകാരപ്പെട്ടു. ആ ഫിർഔന് ഉപകാരപ്പെട്ടില്ല. കാരണം ഫിർഔന് കുഞ്ഞായ നേരത്ത് പറഞ്ഞു എനിക്ക് വേണ്ട ഈ കുഞ്ഞ്, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് ആ കുഞ്ഞ് ഈ ഫിർഔനിക്ക് ഉപകാരപ്പെട്ടില്ല. അങ്ങനെ പറയാൻ പാടില്ല. ഉപകാരത്ത് കിട്ടാണ്ട് പോകൂ, നിങ്ങളെ ഭാര്യ നഷ്ടമായിട്ട് പോകൂ, എന്ത് രൂപത്തിലും നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല. അതുകൊണ്ട് ഭാര്യയും ഭർത്താവും നല്ല സ്നേഹത്തിൽ കഴിയണം. എന്തെങ്കിലും നിങ്ങൾ നന്റെ അർത്താക്കിടാറാന്ന് കേൾക്കുന്നതിന് പകരം ഇതാ ഒരു അരഘണ്ടതൊക്കെ നിങ്ങളുടെ ചൊല്ലുകൊണ്ടു, നക്ക് ഈ കളർ ഇഷ്ട, നക്ക് ഈ ഡ്രസ് ഇഷ്ട, നക്ക് ഗിഫ്റ്റ് തണ്ടെങ്കിൽ ഇത് ഇഷ്ട, നന്റെ കേക്ക് ഇടെങ്കിൽ ഇത് ഇഷ്ട, നിങ്ങളെ ഇഷ്ടങ്ങളല്ലോ ചൊല്ലിക്കോളി. ഇത് ചൊല്ലുകില്ല. ഡ്രസ് വേണ്ട, പിന്നെ ടിക്ക വേണ്ട, ഔത്തുകെത്തിട്ടാകുമ്പോ നിങ്ങ എന്തെങ്കിലും എടുത്ത് തന്നാറാ സുറൂന്ന്. അപ്പൊ നിങ്ങൾ വേണാണ്ട് കേൾക്കണ എന്തിനൊക്കെ നീ കൊന്തില്ലേ, നക്ക് വേണുണ്ട് കൊന്തില്ലേ, അതിന്റെ കളാട്ട സുറൂ. 25,000 റുപ്യന്റെ പർച്ചേസ് ആക്കി എല്ലാം കഴിഞ്ഞിട്ട് ഔത്തുകെത്തിട്ടാകുമ്പോ ഗലാട്ട. എന്ത് ഗലാട്ട നേക്കുമ്പോ ഐസ്ക്രീം എടുത്ത് കൊടുത്തിട്ടില്ല. അപ്പൊ അയാൾ കേൾക്കുന്ന കാർഡുള്ള ഓളെ കയ്യിൽ 25,000 റുപ്യത്തെ പർച്ചേസ് അവളെ ആക്കിയില്ലേ. ഓള് 50 റുപ്യ ഐസ്ക്രീം എടുക്കായിട്ടില്ല, നിക്ക് എടുക്കായിട്ടില്ല. അത് ഞങ്ങൾ എടുക്കാവില്ല, നിങ്ങൾ എടുത്തു തരണോ സുഹൃത്ത്.
അപ്പൊ ഓൻ കേൾക്കുന്ന ഇത്രയുള്ള ഐറ്റം അവളെ എടുത്തിട്ട് ഓള് കുറെ ഐസ്ക്രീം എടുക്കുമായിട്ടില്ലെന്ന് ഓന്റെ ന്യായ. ഓളെ ന്യായ ഇതെല്ലാം ഒത്തുക്ക് വേണായത് നാണ് എടുത്തിട്ട് നക്ക് വേണ ഐസ്ക്രീം അയാളെടുത്ത് തരണേ, അയാൾക്ക് പിർസയില്ല. ഒരു ചോക്ലേറ്റ് അങ്ങ് എടുത്ത് തന്നാറാ. 50 ഉറുപ്പന്റെ ബിസ് 25,000 ഉറുപ്പ കൂടെ ഗലാട്ടയില്ല. 50 ഉറുപ്പന്റെ ഡയറി മിൽക്കിന് 25 ഉറുപ്പന്റെ ഐസ്ക്രീമിന് ഒരു ഫ്രഷ് ജ്യൂസിന് ഗലാട്ട. ഈ ഗലാട്ട തുടങ്ങിയത് നിങ്ങൾ എപ്പോ അങ്ങനെ നിങ്ങൾ കണ്ണിൽ ചോരയില്ല, നിങ്ങൾ നാട്ടിൽ ഫിർസയില്ല, പോയി 25,000 ഉറുപ്പ തണ്ണിയിൽ ഓമ അല്ലേ. അങ്ങനെയാവരുത്. പോകുമ്പോ പറയണു നക്ക് വേണാതെല്ല നാ എടുക്ക കൊണ്ടു കുടിക്കോ തിന്നുകൊള്ളതെല്ലാം നിങ്ങൾ എടുത്ത് തരണു. പിന്നെ ആണിങ്ങോ കുറച്ചർത്ഥാക്കണോ, ഓർ വേണ്ടെന്നില്ലെങ്കിൽ എടുത്തിട്ട് ബാഗ് ഇട്ട് കൊടുക്കണം. തിന്നു വേണ്ട പോയിട്ട് ഗലാട്ടാക്കുക സുഹൃത്തെ നക്കാവില്ല. ഇവിടെ തിന്നില്ല അവിടെ തന്നെ എന്താക്കണോ തിന്നിട്ട് കൊടുക്കണോ. ഇത് ഫസ്റ്റ് മങ്ങിലായപ്പോ കൈ ജോയിന്റ് പുട്ടോകില്ല പുട്ടെങ്ങും ഇല്ലേ, എത്ര 2 തിങ്കളില്ല വർത്തിയത് കൈയും കയ്യും. പിന്നെ അപ്പുറം ഇപ്പുറം ആ സൈഡിൽ ഈ സൈഡിൽ നടക്കും റോഡ്. അങ്ങനെയൊന്നുമല്ല സ്നേഹം. അങ്ങനെ നാള് കൂടുമ്പോലെ പിർസ കൂടിയോണ്ട് പോണു അല്ലേ. പിന്നെന്താക്കല അപ്പുറം ഇപ്പുറവും സ്നേഹിക്കുക. ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുക, ഭർത്താവ് ഭാര്യനെ സ്നേഹിക്കുക അല്ലേ. അപ്പുറത്തെ ഇപ്പുറത്തുള്ള ആളല്ല തിന്നുമ്പോ നോക്കുമ്പോ ബായ്ക്ക് ഇട്ട് കൊടുക്കുമ്പോ ഓൾക്കൊരു പിർസ, ഓക്കൊരു ബേജാറ്. പിന്നെ വന്നിട്ട് കളാട്ടവത്തു. അങ്ങനെ നോക്കിയിട്ടില്ലേ ഇങ്ങനെ നോക്കിയിട്ടില്ലേ, നിങ്ങൾക്ക് മാത്രമല്ല എല്ലാം കമ്പയർ ആക്കുകയാണ്. അങ്ങനെയൊന്നും ആകരുത്, അങ്ങനെയൊന്നും ആകരുത്. നിങ്ങളുടെ ഭർത്താവിനോട് വേണ്ടത് പറയണം. ഭർത്താക്കന്മാരോട് ഒന്ന് പറയുന്നു നിങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടത്. നിങ്ങൾ 5000 ഇട്ട് ചൊല്ലണതാ നക്ക് സുബൈക്ക് ഇത് ഇഷ്ട, ഉച്ചക്ക് ഇത് ഇഷ്ട, ജാവുക്ക് ഇത് ഇഷ്ട, നിന്റെ അബ്ബ കൊടു നിന്റെ സാമ്പാർ എന്നിട്ടല്ലേ. അല്ല അങ്ങനല്ല, നിക്ക് സാമ്പാറങ്ങ് സാമ്പാർ അല്ലാത്ത അവളോട് പറയണം. അവളതെല്ലാം ആക്കിത്തരും. തന്നെ ഫുഡിന് നീ നല്ലത് പറയണം. യബ മാഷാ അല്ലാ നിന്റെ ഫുഡാൻ. ചിലപ്പോ അപ്പുറത്തെ പെണ്ണിങ്ങ കറി കൊടുത്തിട്ട് ജാഗ്രത ആക്കണം, നോക്കിയോളൂ ആരാക്കിടേന്ന്. അന്നമിട്ട് തപ്പിട്ട് ചെയ്താ മാഷാ അല്ലാ ഇത് എന്ത് കറിന്ന് കേൾക്കുമ്പോ തയ്യ കിട്ടും. നിക്ക് ഇണ്ട ചൊല്ലു അവളിട്ട് എടുത്തത് ഗൊന്തായിട്ടിക്കോണല്ലേ, നിക്ക് ഇണ്ട ഇത് പുറത്ത് കിട്ടിയേന്ന്. അപ്പൊ ജാഗ്രത ആക്കണോ, ഓളാക്കിയത് മാത്രം ചൊല്ലണോ. ചിലർക്ക് അങ്ങനെയുണ്ട്. ഉമ്മ കറിയാക്കിയിട്ട് കൊടുത്തോളൂ. ഉമ്മ കൊടുത്തപ്പോ തെല്ല കറി അടുക്കി പിടിച്ചിട്ട് കത്തിട്ടിന്നുള്ള കറി. അങ്ങനെ ഉമ്മ ഇട്ട് പറഞ്ഞിട്ടുള്ള എന്തിനാ ഉമ്മ അത് പണ്ട് എപ്പോഴും എന്തിനാ ഇവിടെ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ. ഉമ്മ ചന്തുള്ള മോനെ നാണാക്കിയിടല്ല നിന്റെ പെഞ്ഞാക്കിയിട്ട് അവളൊട്ട കേട്ട് കാണും. അപ്പൊ അവൾ ഓടി വന്നാലേ എന്തിനാ കറി എന്തായിട്ട് നല്ലായിട്ട് ചക്കുലി പോലെ നല്ല ഉണക്ക് നല്ല കൂട്ടൊക്കെ ഭാര്യ നല്ല ഉണ്ട് കറുകുറു തിന്നവും. ഉമ്മാക്കിയിട്ടാകുമ്പോ ഉമ്മക്ക് വെട്ട്, ഓളെ വെട്ടിട്ടൊക്കെ തിരിച്ചു കിട്ടു വെട്ട് ഇട്ടറിഞ്ഞു ഇങ്ങോട്ട്. അപ്പൊ നല്ല ഇനി അങ്ങനെയല്ല. ആരും ഉമ്മ വെച്ച് തന്ന ഉമ്മയുടെ ആ മുളക് തണ്ണി, ഉമ്മയുടെ ദാല്, ഉമ്മയുടെ ഉപ്പ് തണ്ണി ഉമ്മ തന്നത്, ഈ ഉമ്മ തന്ന പോലോത്ത ഒന്ന് അള്ളാന്റെ ഭൂമിയിൽ ഏത് ടേസ്റ്റ് പൗഡർ ഇട്ട ഫുഡോ ഹോട്ടൽ ഫുഡോ അതല്ല എത്ര വലിയ സ്റ്റാർ ഹോട്ടലുകളിലെ ഫുഡോ ഇല്ല. ഉമ്മ വിളമ്പി തന്ന ആ മാങ്ങയുടെ തണ്ണി ഇല്ലേ, ആ ഉപ്പ് തണ്ണി, ആ ഉമ്മ മോനെ നീ തിന്ന് എന്ന് പറയുന്ന ആ ഒരു പിരിസം ലോകത്ത് ഒരാൾക്കും എവിടെയും കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ഭാര്യമാർ, നമ്മുടെ ഭർത്താക്കന്മാർ അവരെ പരസ്പരം പിരിസാക്ക നല്ല വൃത്തിയിൽ നല്ല വൃത്തി. രാത്രി കിടക്കുമ്പോ ബ്രഷാക്കിയിട്ട് കിടക്ക, കുളിച്ചിട്ട് കിടക്ക. ഒരു പഞ്ചാധികയാക്കിയ ഇപ്പല നിപ്പിച്ച് പഞ്ചാധികയൊക്കെ ഒന്ന് പറഞ്ഞ പഞ്ചാധികല്ലാക്കിയതിൽ ഞാൻ കേട്ടെ എങ്ങനെ സമാക്കാമാൻ. അപ്പൊ എന്നോട് പെണ്ണ് ചൊല്ലി യാ ഉസ്താദ് തപ്പിട്ട് വേണ്ട ഉസ്താദ് കുളിക്കില്ല ഉസ്താദ്. ആര് ഈ മനസ്സ് ആണിങ്ങ കുളിക്കുന്നില്ല ഉസ്താദ്. ഇനിയിപ്പോ നാളെ കട്ടാക്കിയിട്ടിടും ആണിങ്ങ കുളിക്കുന്നില്ല ചൊല്ലി. ഇയാള് ഏത് രായത്തിലുള്ള ചിലപ്പോ ചില ഈ വയലിന്റെ ഇടയെന്ന് 1 മിനിറ്റ് അല്ല കട്ടാക്കിയെങ്കിൽ അത് എന്ത് ചൊന്നുകൊണ്ട് വന്നിട്ട് അറിയുന്നില്ല. പണ്ടത്തെ അർസത്തില് മുസാഫ് എടുത്തിട്ട് എല്ലാ സൈത്താനുള്ള എല്ലാം അടിച്ചിനല്ല. ഇത്ര നല്ല മുസാഫിൽ ഓന്റെ പേര് എഴുതിരമാൻ ആരെ സൈത്താന്റെ പേര് എഴുതിനെ കണ്ട അവിടെ അല്ലേ. അപ്പൊ അങ്ങനെ ആരും അങ്ങനത്തെ ആവാൻ പാടില്ല. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അപ്പൊ എന്താക്കി എന്ത് പറഞ്ഞു കുളിക്കുന്നില്ല. അപ്പൊ അങ്ങനെ ആവാൻ പാടില്ല. രാത്രി നല്ല ഫ്രഷ് ആയിട്ട് പെണ്ണുങ്ങളും അങ്ങനെ എവിടെയൊക്കെ പോകുമ്പോ ഇട്ടിട്ട് ഗട്ടപ്പായിട്ട് മരിച്ചവിടെയൊക്കെ പോകുമ്പോ അങ്ങനെ ബാഗും സെട്ടപ്പും ലിപ്സ്റ്റിക്കും മേക്കപ്പ് എല്ലാം ആക്കിട്ട് പോകുന്ന മരിച്ച മയ്യത്തിനെ നോക്കാൻ. ജാവ് പറഞ്ഞ റുവാനി കളുത്ത് പിടിച്ചിട്ടുണ്ട് ചന്തയില്ലായിട്ട്. മരിച്ച മയ്യത്തിനെ നോക്കാൻ പോകുമ്പോ ഇത് മേക്കപ്പ് ആക്കിയിട്ട് പോകുന്ന സുബ്ഹാന ജല്ല ജലാലു. അങ്ങനത്തെ കാലമാണ്. അങ്ങനെയല്ല, നല്ല ഗട്ടപ്പിലും സെട്ടപ്പിലും ചന്തത്തിലും ഭർത്താവിന്റെ എതിരിൽ അങ്ങനെ വേണു. നീ അല്ലാത്ത പിന്നൊരുത്തിരെ
ഓണ് നോക്കത്തിര അത്ര സെറ്റപ്പിൽ നീ വേണു. ഇതല്ല ഇത് മടക്കിയിട്ട് വെച്ചെങ്ക് ഭർത്താവിന്റെ മുന്നിലിടല. ആ രൂപത്തിലാവരുത്. നല്ല വസ്ത്രം, നല്ല വൃത്തി, നല്ല റാഹത്തോടെ, നല്ല മണത്തോടെ, നല്ല സന്തോഷത്തോടെ ബെഡ്റൂമിൽ മരണം വരെ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് കിടന്ന്, ഒരുമിച്ച് സന്തോഷിച്ച്, ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു, ഒരുമിച്ച് യാത്ര പോയി. അങ്ങനെയാണ്. വയസ്സാകുമ്പോ പെണ്ണിങ്ങളുണ്ട് മാപ്പലട്ട് ഉമ്മാവും മക്കളും വേറെ പോന്ന ടൂർ. നിങ്ങൾ ഇവിടെ നിക്കോറു. നിങ്ങൾ ജന്നാൾ ബണ്ടവാ ആര് ഓ പരല് കാക്കോ നായ് വളർത്തില്ലല്ലോ. പിന്നെ ഓ ഇരിക്കട്ടു ബോബോടെ ഒത്തിരിക്കും. ഇല്ലെങ്കിൽ ഈ മച്ചല്ല നിങ്ങൾക്ക് മക്കളവിടെ കല്ലത്തിൽ പോയിട്ട് വന്നെങ്കിൽ എന്തിനാ ഉടമേന്ദ്രി എപ്പോഴും അടിഞ്ഞോണ്ടു അയിമാക്കൊരു സമാധാനം. ജന്നാൾ പോയെങ്കിൽ ഒരു ഗിരിഗിരി ഇല്ലല്ലേ. ഇല്ലെങ്കിൽ അതിലെ തുപ്പിയോണ്ട് ഇതിലെ തുപ്പിയോണ്ടു, അത് കേട്ടോണ്ട് ഇത് കേട്ടോണ്ട്, ചായ കേട്ടോണ്ട്, തണ്ണി കേട്ടോണ്ട്. അവരിത് അങ്ങനെയാ വരുന്ന മരണം വരെ സന്തോഷത്തിലായി ജീവിച്ചവർ നാളെ സുഖലോക സ്വർഗത്തിലേക്ക് എത്തുകയാണ്. അതുകൊണ്ട് ഭാര്യയും ഭർത്താവും. ഒരു വലിയ ഉസ്താദ് ബേല സൗത്ത് പോയിട്ട് വലിയ വലിയ മഹാനാണ്. ശനിയാഴ്ച 2 സുബൈക്ക് പള്ളിക്ക് പോയിട്ട് വലിയ ഉസ്താദുമാർക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുമ്പോ ഉസ്താദ് ചോട്ടയുള്ള മങ്ങിലായിട്ട് 100 ആളും സ്വത്രമേ അല്ലാണ്ട് ഒരാളും ജയിച്ചിട്ടില്ല. കാരണം ഔത്തിൽ എന്താ കലാട്ടായിട്ടിരിക്കണം ഉസ്താദ്. എങ്ങനെ മങ്ങിലായിട്ട് 100 ആളും എന്തായിടമേ സ്വത്രമേന്ന്. അതാണാവട്ടെ പെണ്ണാവട്ടെ, അത് എന്തെങ്കിലും ആ സമയത്ത് അങ്ങനെ പറഞ്ഞതായിരിക്കും. ഏതുവാകട്ടെ അങ്ങനെ ഞമ്മ സ്വത്രേന്നും വിചാരിക്കണ്ട, ഗന്ധിരേന്നും വിചാരിക്കണ്ട. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തന്നതുകൊണ്ട് തന്നെ പെഞ്ഞായി കിട്ടിയ ഹസ്ബൻഡ്, അത് ഓട്ടോറിക്ഷ ഡ്രൈവർ ആവട്ടെ, കൂലിസ്വർത്തവനാവട്ടെ, മീന്റെ പണിക്കാരനാവട്ടെ, തേപ്പുകാരനാവട്ടെ, ആരുമാവട്ടെ, സ്നേഹം തരുന്ന നല്ലൊരു ഭർത്താവ്. അല്ലാഹു നമ്മുടെ ഭർത്താക്കളിലെ, നമ്മുടെ ഭാര്യമാരില് ഖൈർ നൽകണം അല്ലാ. പിന്നെ നമ്മുടെ പെങ്ങന്മാര്, നമ്മുടെ സഹോദരന്മാർ, അവരോട് നമുക്ക് സ്നേഹം വേണം. നമ്മുടെ പെങ്ങളാണ്. യാര് എത്ര വലിയവളായാലും അവൾ നമ്മളെ പെങ്ങളാണ്. ഇളവളു മൂത്തോളൂ അവർക്ക് സഹോദരന്മാർ നമ്മളെ ഉള്ളൂ. ഇളവള മക്ക, മൂത്തോളെ മക്ക, അവരെയൊക്കെ സന്തോഷിപ്പിക്കാൻ നമ്മൾ തയ്യാറാവുക. നാണും നണ്ട പെഞ്ഞായി നണ്ട മക്ക അങ്ങ് കൊടുത്തിട്ട് എന്ത് പ്രയോജനമുണ്ടോ? അങ്ങ് എത്ര കൊടുത്തേക്കും മയ്യാവില്ല, അങ്ങ് എത്ര കൊടുത്തേക്കും നന്നില്ല. പെണ്ണെ നിന്റെ ഭർത്താവിനോട് നീ പറയരുത്. പെണ്ണെ നിന്റെ ഉപ്പക്കും നീ ഗിഫ്റ്റ് കൊടുത്തോ, നിന്റെ ഉമ്മക്കും കൊടുത്തോ. പക്ഷേ ഒന്ന് കണക്കാക്കണം, നിന്റെ ഭർത്താവിന് എത്ര കഴിവുണ്ട്, എത്ര കടമുണ്ട്, എത്ര കച്ചവടമുണ്ട്, എത്ര ഇൻകമുണ്ട്, എത്ര ചെലവുണ്ട്. ഇതെല്ലാം നീ അറിഞ്ഞിട്ട് ആ രൂപത്തിലുള്ള ചെലവാക്കലാകണം. അധികം വലാ തുസ്രിഫൂ, അധികം ചെലവഴിക്കുന്നവരാരോ, അനാവശ്യം ചെലവഴിക്കുന്നവരാരോ അല്ലാഹുവിന് അവരെ ഇഷ്ടമല്ല. അനാവശ്യം ചെലവാക്കുന്നവർ, ആവശ്യമില്ലാതെ പണം തീർക്കുന്നവർ, ആവശ്യമില്ലാതെ ചെലവഴിക്കുന്നവർ, അവർ നാളെ മഹ്ശറയിൽ ദരിദ്രന്മാരാണ്. അവർ ഖബറിൽ പരാജയപ്പെട്ടവരാണ്. അവർ മഹ്ശറയിൽ തോറ്റുപോകുന്നവരാ. അതുകൊണ്ട് ഭാര്യ ഭർത്താക്കന്മാര് സന്തോഷത്തോടെയുള്ള ജീവിതമാകണം. പരസ്പരം മനസ്സിലാക്കണം, പരസ്പരം കെയർ ചെയ്യണം, പരസ്പരം ആഗ്രഹങ്ങൾ അറിയണം, ചെറിയ ചെറിയ ഗിഫ്റ്റുകൾ കൊടുക്കണം. ഒന്നും കഴിയുന്നില്ലെങ്കിലും ഒന്നിച്ചിരുന്നിട്ട് തെല്ല് പഞ്ചായത്തിയാക്കണോ, മൊബൈലെല്ലാം വെച്ചിട്ട് നെട്ടെല്ലാം ഓഫാക്കിയിട്ട് ഒരരഗണ്ട പെഞ്ഞായിരൊട്ടുകു ഹസ്ബൻഡിരൊട്ടുകു പൽക്ക പറയോ റെഡിയാവണോ. പെങ്ങളെ പൽക്ക പറയോ സ്റ്റാർട്ടാക്കിയെങ്കിൽ അവിടെ അത് കൊടുക്കുകൊണ്ടോ, ഇവിടെ ഇത് കൊടുക്കുകൊണ്ടോ, നിങ്ങൾ അത് തന്നിട്ടില്ല, ഇത് കിട്ടിയിട്ടില്ല, ഇങ്ങനത്തെ കംപ്ലൈന്റുകൾ പറയാൻ പാടില്ല. നിങ്ങൾക്ക് റാത്ത, നിങ്ങൾക്ക് ഫുഡ് നല്ല ആയിറ, നിങ്ങളെ ഡ്രസ്സ് നല്ല പിടിക്കര്, ഞാൻ ഒത്തുക ഫോട്ട എല്ലാം നല്ല സന്തോഷത്തോടെ സൗമ്യമായിട്ട് നല്ല സ്മൂത്തായ വാക്ക് പറയണം. ഭാര്യയോട് പുഞ്ചിരിക്കണം, ഭർത്താവിനെ നോക്കിച്ചിരിക്കണം. പുഞ്ചിരിക്കല് സദക്കയാണ്. ചിരിക്കണം. ആരോട് ചിരിക്കണം? അപ്പുറത്തെ ഉത്തരവ് നോക്കി ചിരിക്കുകയല്ല, പിന്നെ കസ്റ്റമറെ നോക്കി ചിരിക്കുകയല്ല, പിന്നെ ആരെ നോക്കി ചിരിക്കണം? അവനാവന്റെ ഭർത്താവ്, അവനാവരുടെ ഭാര്യ, അവരെ നോക്കി ചിരിക്കണം, അവരെ സന്തോഷിപ്പിക്കണം, അവരെ ആശ്വസിപ്പിക്കണം, അവരുടെ ആഗ്രഹം അറിയണം, അവരുടെ മനസ്സറിയണം, അവരുടെ ഉദ്ദേശം അറിയണം, അവരുടെ സ്നേഹം അറിയണം. ഇതെല്ലാം അറിയാ
അറിയാൻ നമ്മൾ ആണും പെണ്ണും മനസ്സ് കാണിക്കണം, സന്തോഷത്തോടെ ജീവിക്കണം, ഈമാനോടെ മരിക്കണം. അല്ലാഹ് തൗഫീഖ് നൽകണം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ ഖദീജ ഉമ്മാന്റെ പണിക്കാരത്തി പറഞ്ഞു, ബീവി ഞാൻ കൊണ്ടുപോയി ഫുഡ് കൊടുക്കാം. ഖദീജ ഉമ്മ പറഞ്ഞില്ലേ, വേണ്ട വേണ്ട, അതെന്റെ ഭർത്താവാ, എന്റെ ഭർത്താവാ, എന്റെ ഭർത്താവിന് ഖിദ്മത്ത് എടുക്കേണ്ടത് ഞാനാ. കിലോമീറ്ററുകൾ താണ്ടിയിട്ട് പർവ്വതത്തിലേക്ക് ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തില്ലേ ബീവി ഖദീജത്തുൽ കുബ്ര. ഹജ്ജിന് പോകുമ്പോ കേറാൻ എത്ര ബുദ്ധിമുട്ടുണ്ടില്ലേ മലക്ക്, എത്ര കടുപ്പമുള്ള, എത്ര ചവിട്ടുകൾ, എത്രയെത്ര പാറക്കല്ലുകൾ താണ്ടി പോകേണ്ട മല. ആ മലയുടെ മുകളിലേക്ക് ബീവി ഖദീജ ഹബീബിന് ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുപോയിട്ട് കൊടുത്തിരുന്ന ബീവി ഖദീജ വലിയ മുതലാളി ആയിരുന്നില്ലേ, വലിയ ധനാഢ്യായിരുന്നില്ലേ ഖദീജ. ഒരൊറ്റ തവണ പോലും ഹബീബ് തങ്ങളെ ചെറുതാക്കിയിട്ടില്ല. വഫാത്തിന്റെ വേള അള്ളാന്റെ റസൂല് പറഞ്ഞു, ഖദീജ എന്നെ ഭർത്താവായി കിട്ടിയിട്ട് ലോക കോടീശ്വരന്റെ പൊന്നുമോളായ നീ, കച്ചവടക്കാരത്തിയായ നീ ബുദ്ധിമുട്ടിയല്ലേ ഖദീജ. ഖദീജ ഉമ്മ പറഞ്ഞു, ഇല്ല നബിയേ, അങ്ങ് ഭർത്താവായി കിട്ടിയതെന്റെ നേട്ടമാ, എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല, എനിക്കൊരിടങ്ങേറുമില്ല, എനിക്കൊരു ബേജാറുമില്ല. ഹബീബ് പറയാണ്, ഖദീജ അള്ളാന്റെ അടുത്ത് പോയിട്ട് മുഹമ്മദിനെ നീ കുറ്റം പറയണ്ട ഖദീജ. രണ്ടാളുകൾ പരസ്പരം കയ്യോട് കൈ ചേർത്തി പിടിച്ച് 1000 ചുംബനമർപ്പിച്ചു. ഹബീബ് തങ്ങളെ പരിശുദ്ധ മുഖത്തേക്ക് ചുംബനമർപ്പിച്ചു. അവിടത്തെ കയ്യിലേക്ക് മുത്തം വെച്ചിട്ട് ഖദീജ ഉമ്മ ലോകത്തോട് മടങ്ങിപ്പോയിട്ട് എത്രയോ ഭാര്യമാരുണ്ടായിട്ട്, കല്യാണം കഴിയാത്തവരെ കിട്ടിയിട്ട്, യുവതികളെ കിട്ടിയിട്ട്, വല്ലാഹി വല്ലാഹി അല്ലാഹ് തന്നെയാണ് സത്യം. അല്ലാഹു എനിക്ക് ഒരു ഭാര്യയും ഖൈറം മിന്നാ, ഖദീജാനെക്കാട്ടി നല്ലൊരു വൈഫ് എനിക്ക് കിട്ടിയിട്ടേ ഇല്ല. മുഹമ്മദുർ റസൂലുള്ളാഹി. ആ രൂപത്തിലുള്ള സ്നേഹമാകണം അങ്ങനത്തെ ബിർസ. ഇത് ഒരു ഡോക്ടർ ചൊന്നുള്ള ഒന്നാ കിടാവ്, ഇല്ലെങ്കിൽ കിടാവുടെ ഉമ്മാൻ ഓടിയോണ്ട് വന്നിട്ട് ഉസ്താദിട്ട് ചൊന്നാല്, യാ ഉസ്താദ് എങ്ങനെ എങ്കോ ദ്വാർക്കണോ കിടാവ് ബാക്കി അവിടെ പോലെ ആവണോ, എങ്ങനെ കിടാവ് ബാക്കിയാവണോ? അതിന്റെ അർത്ഥം ഇത് പോയെങ്കിൽ പ്രോ മാക്സ് വേറെ കിട്ടും, ഫോട്ടും പെഞ്ഞായി പോയെങ്കിൽ ആവും അല്ലേ? അങ്ങനെയാണോ? അല്ല, നല്ല സ്നേഹം വേണം. മരിച്ചു കഴിഞ്ഞാലും ആ സ്നേഹം മുറിയാത്ത പോലത്തെ സ്നേഹം കൽബിലുണ്ടാകണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിർത്തുന്നു. ഇനി നമ്മുടെ ഉമ്മയും ഉപ്പയും, അവരാണ് നമ്മുടെ എല്ലാം. ജീവിതത്തിൽ നമ്മുടെ വിജയം നമ്മുടെ ഉമ്മയാണ്, ഉപ്പയാണ്. നിർത്തുന്നു, ഒരു 10 മിനിറ്റ്. നമ്മുടെ ഉമ്മയും ഉപ്പയുമാണ് നമുക്ക് കാവൽ. ഒരു ചീത്ത വാക്കവരെ പറഞ്ഞാൽ പിന്നെ അല്ലാഹു അവനെ ശപിച്ചിടുന്നത് തന്നെ. വെറുപ്പിച്ച ശിക്ഷയും തക്ഷണം ലഭിക്കുന്നതാ, മൗത്തിന്റെ മുമ്പ് അവൻ അനുഭവിച്ചെറിയുന്നതാ. നിസ്കാരത്തിന്റെ ശിക്ഷ മഹ്ശറയിൽ നാളെ ആ നരകത്തിലാണ്. എല്ലാത്തിന്റെയും ശിക്ഷ നാളെയാ. ദുനിയാവിലും ശിക്ഷ, ആഖിറത്തിലും ശിക്ഷ. അങ്ങനെ ഒരു സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അത് ഉമ്മയാണ്, ബാപ്പയാ. അവരോ നല്ല രൂപത്തിലാണെങ്കിൽ ഉമ്മയും ഉപ്പയും നമ്മുടെ സ്വർഗമാണ്. അല്ലയോ, അവരെ കൊണ്ട് നമുക്ക് കിട്ടുന്നത് നരകമാ. ഉമ്മാന്റെ പൊരുത്തം, ഉപ്പാടെ പൊരുത്തം അല്ലാഹുവിന്റെ പൊരുത്തമാണ്. ഉമ്മ നമുക്ക് തെറ്റ് പറയാം,
അല്ല ഉസ്താദെ ഞങ്ങൾ എത്ര നോക്കി ഉമ്മ നോക്കിയിട്ടില്ലാണ്ട് ചൊല്ലല്ലേ ചെല്ലട്ട് ഉമ്മക്ക് അതിന് അധികാരമുണ്ട്. അല്ല ഉസ്താദെ നന്റെ പെഞ്ഞായിരൊട്ടുക അത്ര ഇഷ്ടല്ല ഉസ്താദെ. ആവട്ടെ, വിരോധല്ല. അത് ഉമ്മയും അല്ലാഹും തമ്മിലാവട്ടെ. ഉമ്മാരും ശ്രദ്ധിക്കണം. മക്കളെ പോലെ മർമക്കളെ നോക്കുകയാവണോ അല്ലെ? നമ്മളെ പെണ്ണുമക്കളെ പോലെ ആൺമക്കളെ പെഞ്ഞായിമാരെ കാണാൻ പറ്റണം. ചില ഉമ്മാറ് ഭേദഭാവ അങ്ങനെ പെണ്ണുമക്ക അങ്ങനൊട്ടു പിറുസ പ്രഗ്നന്റ് ആയെങ്ക് തലനുമ്പലായെങ്ക് ഉസാരില്ലാണ്ടായെങ്ക് അപ്പൊരു ബേജാറ്. മോണ്ട പെഞ്ഞായി തലനുമ്പലായെങ്കും പ്രഗ്നന്റ് ആയെങ്കും ഡെലിവറി ആയെങ്കും എന്തായെങ്കും ഇത് ഫസ്റ്റ ഞങ്ങ വെത്തിട്ടില്ലേ ഞങ്ങ കായിട്ടില്ലേ ഇಗೆಂದರೆ ഇത് ഫസ്റ്റ് പോലെ എന്ത് റെസ്റ്റ് എന്ത് തലനമ്പല ഞങ്ങ വെത്തിട്ടില്ലേ നന്റെ ഉമ്പ ഫോൺ എഞ്ചി വെത്തിട്ടില്ലേ നന്റെ അജ്ജി ഫോൺ ഇട്ട് വെത്തിട്ടില്ലേ. എപ്പോ മർമ്മോക്ക് പ്രശ്നം വരുമ്പോ സ്വന്തം മോക്കാവുമ്പോ ഡോക്ടർ ചൊന്നറു തല റെസ്റ്റ് എടുക്കണുള്ള ആ മാമി അവിടെ കിരികിരി അയിമ്മടെ ദശയിൽ ആറുകാവൂ ഊട്ട് ഈ മാമി കിരികിരി ഈ കിരികിരിന്റെ വിഷയമില്ല. അങ്ങനെ ആവരുത്. പിന്നെ ചില ഉത്തുലു പൈസക്കാർ മർമോലു യാര സ്ഥാന യാര ബംഗാറിട്ട മർമോലു യാര ബിർസ അങ്ങനെ മാർഗ് കാറിന്നെങ്ക് ബില്ല ബില്ല അകയിന്നെങ്ക് അവളൊട്ടുകുത്തല്ല യാര ബിർസ. അങ്ങനെ ഭേദഭാവ വേണ്ട ഉമ്മ. നിങ്ങൾ അവർക്ക് സ്നേഹം കൊടുത്തോ. നിങ്ങൾ മരിച്ച ഒരു യാസീനോദണ്ട് അവർ ദുആ ചെയ്യണ്ടേ. മക്കളെയും മരുമക്കളെയും സ്നേഹത്തോടെ നോക്കണേ. അല്ലാഹുവേ തൗഫീഖ് നൽകണേ. അല്ലാ മുഅ്മിനീങ്ങളെ ആണേ പെണ്ണേ നിങ്ങളുടെ ഉമ്മ അവർ എന്തു ചെയ്താലും നിങ്ങൾ ഉമ്മക്കെതിര് പറയണ്ട. ഉപ്പാനെ കരയിപ്പിച്ചു പോകണ്ട. ഉമ്മ മരിച്ചു പോയാ നമ്മൾ തോറ്റുപോയില്ലേ? ഉപ്പ മരിച്ചു പോയാ തോറ്റുപോയില്ലേ? ഉമ്മക്ക് പകരം ഉമ്മയല്ലേ ഉള്ളൂ. ഉമ്മക്ക് പകരം ആരാ? ഉമ്മ കൈ നീട്ടിയിട്ട് ദുആ ചെയ്താ തങ്ങൾ ദുആ ചെയ്തതിനെ കാട്ടി അപ്പുറമാണ്. ഔലിയ വലിയ ദുആ ചെയ്തതിനെ കാട്ടി അപ്പുറമാണ്. ഉസ്താദ് ദുആ ചെയ്തതിനെ കാട്ടി അപ്പുറമാണ്. ഒരു ഉമ്മ ഒരു മോന് ദുആ ചെയ്താ മഹാന്മാര് പറഞ്ഞില്ലേ ഞാൻ മരിക്കുന്നതിനെ കാട്ടി മുമ്പ് എന്റെ ഉമ്മ മരിക്കുന്നതെനിക്ക് പേടിയാ. ഞാൻ മരിക്കുവോളം എനിക്ക് എന്റെ ഉമ്മ വേണം. ഞാൻ മരിച്ചാൽ എനിക്ക് മാപ്പ് ചോദിക്കാൻ എന്റെ ഉമ്മ വേണം. ഒരു ഉമ്മയും ഒരു ഉപ്പയും മോന് വേണ്ടി റബ്ബിനോട് മാപ്പ് ചോദിച്ച ആ മക്കള് സ്വർഗത്തിലാണെന്നുള്ളത് ഒരു സംശയവും വേണ്ട. ഉമ്മയോട് ഉപ്പയോട് സ്നേഹത്തിലാണോ? മന്ദറനി വഅഖ വാലിദൈഹി കതബ്തുഹു അഖാ. അല്ലാഹു ഒരേ നിസ്കരിച്ച് നോമ്പെടുത്ത് ഹജ്ജ് ചെയ്ത് ഉംറ ചെയ്ത് ഉമ്മയോട് വെറുപ്പാണോ? ഉപ്പക്ക് നിങ്ങളോട് സങ്കടമാണോ? അല്ലാഹു നിങ്ങളോട് ഇഷ്ടമില്ല. കതബ്തുഹു അഖാ. അവനെ ബുദ്ധിമുട്ടിക്കുന്നവരിൽ ഞാൻ എഴുതുമെന്ന് കലീമുല്ലാഹി മൂസാ നബിയോട് ഖാലല്ലാഹു അസ്സ വജൽ. ഇനിയോ വഅഖനി വബറ വാലിദൈഹി കതബ്തുഹു ബറാ. മറ്റുള്ള ഇബാദത്തുകളിൽ വീഴ്ച വന്നാൽ ഉമ്മയോട് സ്നേഹമാണ്, ഉപ്പയോട് സ്നേഹമാ. അവരോട് നല്ല രൂപത്തിലാ അവനെ നല്ലവരിൽ ഗുണവാന്മാരിൽ എഴുതുമെന്നാണ്. ഉമ്മക്ക് ദ്വാരക്കാത്തോന്റെ ദ്വാ അല്ലാഹ്ക്ക് വേണ്ട. 5 വക്തിലും ഉമ്മാക്ക് ദ്വാരന്നില്ലേ, ഉപ്പാക്ക് ദ്വാരന്നില്ലേ? ഉമ്മക്കും ഉപ്പക്കും ദ്വാരക്കാത്ത മനുഷ്യർക്ക് അല്ലാഹു ദരിദ്രം കൊടുക്കുന്നു. ജീവനുള്ള ഉമ്മക്കും ദ്വാരക്കണം, ജീവനുള്ള ഉപ്പക്കും ദ്വാരക്കണം. മദർസ് ഡേയുടെ ദിവസത്തില് നല്ല നല്ല സ്റ്റേറ്റസുകളെ കൊണ്ട് മിനുക്കിയിട്ട് കാര്യമില്ല, ഡയലോഗ് ഇട്ടിട്ട് കാര്യമില്ല, പാട്ട് വെച്ചിട്ട് കാര്യമില്ല. ഉമ്മാന്റെ കൈ പിടിച്ച് ചുംബിക്കണേ, ഉമ്മാനെ കൊണ്ട് ആരപ്പിക്കണേ.
ഉമ്മാനെ കൊണ്ട് അല്ലാഹുവിനോട് ധാരാളം മാപ്പ് ചോദിപ്പിക്കണേ. ഉമ്മാനെ കണക്കിലെടുക്കുമ്പോ വയസ്സായ ഉപ്പയെ മറന്നു പോകണ്ട. ഫോൺ വിളിക്കുമ്പോ ഉമ്മാട് മുണ്ടിയിട്ട് കട്ട് ചെയ്യല്ല. എവിടേക്കെങ്കിലും പോകുമ്പോ ഉമ്മാനെ കൂട്ടുമ്പോ ഉപ്പാനെ ഒഴിവാക്കി കളയല്ല. ഉമ്മ സ്വർഗത്തിൽ പോകണമെങ്കിൽ ഉപ്പാടെ പൊരുത്തം വേണേ മക്കളെ. ഉമ്മയോടും ഉപ്പയോടും വയസ്സുള്ളവരാവട്ടെ, നിങ്ങൾക്കെല്ലാം മുണ്ടാടിക്കിടാറാ, കേട്ടുപോകണ്ട. എന്തരേ കിരികിരി തപ്പുകില്ല, പറഞ്ഞു പോകണ്ട. മരിച്ചുപോയ ഉമ്മക്ക് സദഖ ചെയ്തോ, മരിച്ചുപോയ ഉപ്പക്ക് സദഖ ചെയ്തോ, മരിച്ചുപോയവരുടെ പേരിൽ ഖുർആൻ ഓദിക്കോ. ഉമ്മക്കൊരു ആരെന്നാൽ ഉപ്പക്കൊരു ആരെന്നാൽ നമ്മുടെ മക്കൾ നമുക്കൊരു ആ ചെയ്യുന്നു. ഉമ്മയെ കരയിപ്പിച്ചാൽ ഉപ്പയെ കരയിപ്പിച്ചാൽ അതിന് 10 ഇരട്ടി കൂടുതലായി നമ്മുടെ മക്കൾ നമ്മളെ കരയിപ്പിക്കുമെന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഉമ്മാക്കും ബാപ്പാക്കും ഒക്കെ ദീർഘായുസ്സ് നൽകട്ടെ. മരിച്ചുപോയ ഉമ്മക്കും ബാപ്പക്കും അല്ലാഹു തആല പുറത്തു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. മരിച്ചുപോയ ഉമ്മാന്റെ പേരിൽ അല്ലെങ്കിൽ ഉപ്പാന്റെ പേരിൽ അല്ലെങ്കിൽ ജീവിച്ചിരിപ്പുള്ള ഉമ്മാക്കോ ഉപ്പാക്കോ ദീർഘായുസ്സിന് വേണ്ടി ആരെങ്കിലും 1000 റുപ്യ തരാൻ കമ്മിറ്റിക്കാരെന്ന് ചോദിക്കാൻ പറഞ്ഞിട്ടില്ല. എന്നാൽ പോലും മരിച്ചുപോയ ഉമ്മാന്റെ ഉപ്പാന്റെ പേരിലോ ജീവിച്ചിരിപ്പുള്ള ഉമ്മാന്റെ ഉപ്പാന്റെ പേരിലോ 1000 റുപ്യോ 500 റുപ്യോ തരാൻ പറ്റുന്ന ആളിനെ ഒന്ന് കൈപൊക്ക സദസ്സെന്ന്. അൽഹംദുലില്ലാ. ഒരാള്, 2 ആള്, 3 ആള്, 4 ആള്, 5 ആള്, 6 ആള്, 7, 8, 9, 10 ആള്, 11 ആള്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അല്ലാഹുവേ, ആ കൈപൊക്കിയ 11 ആള് അല്ലാഹുവേ, അവരുടെ ഉമ്മയും ഉപ്പയും മരിച്ചുപോയവരുണ്ടെങ്കിൽ യാ അല്ലാ നീ പുറത്തു കൊടുക്കണേ. അല്ലാ നീ പുറത്തു കൊടുക്കണേ. അല്ലാ അവരാരാന്ന് നിനക്കറിയാലോ. അവരുടെ ഉമ്മയോ ഉപ്പയോ ജീവിച്ചിരിപ്പുള്ളവരുണ്ടെങ്കിൽ അവർക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ. അല്ലാ ഈ വഅദിന്റെ സദസ്സിൽ നിന്ന് ആ ഖബറിലേക്ക് അത് സന്തോഷമായി എത്തിക്കണേ. അല്ലാ